ഒരു സ്ഥലത്തിന്റെ പേരാണ് ഹലർമൗത്ത്. അത് നമ്മള് ഒരുപാട് സയ്യിദന്മാര് നബിന്റെ കാലത്ത് പല സ്ഥലത്തേക്കും പാലായനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ പാപ്പ പറഞ്ഞത് ഹലർമൗത്ത് എന്നാണ് നമ്മളെ പാപ്പ വന്നതെന്ന്. അപ്പൊ നമ്മളിത് എഴുതി ഒരുപാട് പണികളുണ്ട് ഇത് കണ്ടുപിടിക്കാൻ. പിന്നെ നമ്മളെ വാപ്പ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് എന്താണ് നമ്മള് ഇന്ന കബീലക്കാരാണ്, തങ്ങന്മാരാണ്. ആരെങ്കിലും ഓടി വന്നിട്ട് ഞങ്ങൾ അതല്ല ഇതല്ല എന്ന് പറയുമ്പോ നമുക്ക് മാറ്റി പറയാൻ നമുക്ക് ഇനിയിപ്പോ നിങ്ങൾ എത്ര ആക്രമിച്ചാൽ ഇവിടെ നിൽക്കുന്നവർ ചിന്തിക്കുക, എന്നെ പോലെ മറ്റൊരാൾ വന്നാൽ കഴിഞ്ഞെന്ത് അവരെ ഒഴിവാക്കി വിടുക. 15 ഉദ്ഘാടനം ചെയ്തു. ഇനി 3 വീടും കൂടിയുണ്ട്, പണി പൂർത്തിയായിരിക്കുന്നു. ഈ പഞ്ചായത്തിന് 2 വീട് ഞാൻ കൊടുത്തിട്ടുണ്ട്. 22 ലക്ഷം അല്ലേ ഞാൻ ഈ പഞ്ചായത്തിന് ഞാൻ കൊടുത്തത്. അങ്ങനെ 18ഓളം വീടുകളാണ് നിർമ്മിക്കുന്നത്. അതുകൊണ്ട് ആക്രമിക്കുന്നവരോട് പറയാം, നമുക്ക് ഈ ലോകം മാത്രമല്ല ഒരു ലോകം നമുക്ക് വരാനുണ്ട്. അതുകൊണ്ട് ആക്രമിച്ചാൽ എനിക്കൊരു വിഷമമില്ല. അവൻ അള്ളാഹുത്താല പെട്ടെന്ന് ഈ കുട്ടികളെ കൈപിടിച്ചു, അവര് വിട്ടില്ല. രണ്ടാമത് ഞാൻ പറഞ്ഞു, എന്റെ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റടിച്ചു പോയിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ കറക്കൂല. അത് കേട്ടങ്ങള് പറയാനുള്ളത്, ആമനാറ്റക്കോയ തങ്ങൾ നടത്തുന്ന ഈ ചാരിറ്റി പ്രവർത്തനം ഈ പഞ്ചായത്തിൽ 2ാമത്തെ വീടാണ്. അത് തന്നെ ഏറ്റവും വലിയ ഈ പ്രവർത്തനത്തിന്റെ പാവപ്പെട്ടവർക്ക് സഹായിക്കുന്നു. ഒരുപാട് രൂപയ്ക്ക് നമ്മൾ എല്ലാ വെള്ളിയാഴ്ച മരുന്ന് വാങ്ങാം. അതിൽ നിന്ന് കിട്ടുന്ന പൈസ എന്താണ് ഈ എത്തിയ മക്കള് കണ്ടത്. ഇതിപ്പോ 3 നിങ്ങൾ ബെഞ്ച് ആക്കണം. സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് കൊടുങ്ങല്ലൂരിനടുത്താണ്. നൂറെ ഹബീബി എന്നുള്ള വീടിന്റെ താക്കോൽദാനം, ഒരു വീടിന്റെ താക്കോലുണ്ട് സ്റ്റോറി ചെയ്യണം എന്നുള്ളത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്റ്റോറി ചെയ്യുന്നത്. പല ആളുകളും പൈസ ഒന്നും പിരിക്കുന്നില്ല നമ്മളാരും. കാരണം ഞാനൊരു സയ്യിദാണ്, തങ്ങളാണ്. കുടുംബപരമായിട്ട് വാപ്പാനേക്കാൾ ഒരുപാട് ആളുകൾ വരാറുണ്ട്. അങ്ങനെ ഒരു വീട്ടില് ഇരിക്കുമ്പോ പല ആളുകളും നമ്മളെ കാണാൻ വരും. അങ്ങനെ 100ഉം 50ഉം 500ഒക്കെ തന്ന് അത് സ്വരൂപിച്ച് ഒരു മജ്ലിസ് ഉണ്ട് സലാത്തിന്റെ. അതിൽ നിന്ന് കിട്ടുന്ന പൈസ എന്താണ് ഈ എത്തിയ മക്കള് കണ്ടത്. ഇതിപ്പോ 3-4 മക്കളാണ്. തലച്ചോറ് പല കുറുക്കനോ നായോ തിന്നാത്ത ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അറിവുള്ളവർ കേൾക്കുകയേ ചെയ്യരുത് ഈ വീഡിയോ. അറിവുള്ളവർ കാണും ചെയ്യരുത്. കാരണം അറിവുള്ളവർക്ക് വാദകല്ല, ചിന്തിക്കുവിൻ ദൃഷ്ടാന്തം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അറിവുള്ളവർ ഒരിക്കലും ഈ വീഡിയോ കാണരുത്. അറിവില്ലാതെ നമ്മളെപ്പോലുള്ള പാവങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ്. നൂറെ ഹബീബ് ഒരു ട്രസ്റ്റാണ്. ഓക്കെ, ഒരു ട്രസ്റ്റാണ്. ബാക്കി കാര്യങ്ങൾ താമി തന്നെ പറയാം. അതൊരു ട്രസ്റ്റ് ആയിട്ടുണ്ട്, ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാ രജിസ്ട്രേഷനും കഴിഞ്ഞ് അതിലൂടെ ഞങ്ങൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരുടെ പോയിട്ട് പൈസ ഇല്ല. നൂറെ ഹബീബ് ഒരു ട്രസ്റ്റാന്നാണ് ആമീദ് നാറ്റക്കോയ പറയുന്നത്. ഇരട്ടച്ചങ്കൻ മുഖ്യമന്ത്രിയോടക്കം പറയാനുള്ളത്. തുടർഭരണം കിട്ടി. ഒരു ബിസിനസ്സിനും വേണ്ടിയിട്ട് ഒരു ബിൽഡിങ്ങും കെട്ടിപ്പൊക്കണ്ട. ഇത്തരം കഴുതകളുടെ ബുദ്ധി ഉണ്ടായി കഴിഞ്ഞാൽ നല്ല ചോറിന്റെ സ്ഥാനത്ത് വേറെന്തോ തിന്നുന്ന കുറച്ച് മനുഷ്യര് ഈ കഴുതന്റെ അടുത്ത് പോവും, കഴുതൊക്കെ തീറ്റാവാനായിട്ട്. അത്രേ വേണ്ടുള്ളൂ. വിവരം 2022 നവംബർ 6 പീപ്പിൾ വോയിസ് കേരള അൽബാബുവിന് കൊടുത്ത ഒരു വീഡിയോ ആണ്. അതായത് ഇത്രയും പരസ്യമായിട്ട് കോടികൾ വ്യാജ ചികിത്സയും ആത്മീയ ചൂഷണം, പലതരത്തിൽ പെൺപിടിയനും, ഇതൊക്കെ ഈ പെൺപിടിയനടക്കമുള്ള ഒന്നാന്തര കോയ എന്നുള്ളത് നിയമത്തിൻ്റെ മുന്നാലും തെളിഞ്ഞതാണ്. മതപരമായിട്ടുള്ള മതസംഘടനകളിലും പരാതി കൊടുത്താണ്. പക്ഷേ ഒരാളും ശബ്ദിക്കില്ല. എന്നാൽ ഇവന് പച്ചക്ക് പറയേണ്ട എനിക്കൊരു വിവരവും ഇല്ലയെന്ന്. ട്രസ്റ്റാണ്, ട്രസ്റ്റിനാണെങ്കിൽ ഓഡിറ്റിംഗ് നടത്തണ്ടേ. കോടികളുടെ തട്ടിപ്പ്. ഇവിടെ ഒരു നിയമവും ഇല്ല, ഒരു മതസംഘടനയും ഇല്ല. മനസ്സിലായില്ലേ? വിവരമില്ലാതെ ഇരിക്കുകയാണെങ്കിൽ വിവരമുള്ള ആളുകൾ ഈ കഴുതന്റെ അടുത്ത് ചെല്ലും. ഒരു വിവരം എനിക്കില്ല. എല്ലാ ലൈവിലും ഞാൻ ഒരു വിവരം എനിക്കില്ല. അപ്പോഴും ഞാൻ പറയുന്നുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ പഠിച്ചിട്ടില്ല, എനിക്ക് വിവരമില്ല. എനിക്കുള്ള വിവരം അനുസരിച്ച് ഞാൻ എന്താ പ്രവർത്തി. അപ്പൊ ഇവിടെ ആരാ തെറ്റുകാരൻ ആലോചിക്കണം. ആരാ തെറ്റുകാരൻ? ഈ കഴുതയായ തട്ടിപ്പ് വിവരൻ ആമീദ് നാറ്റക്കോയ വളരെ വ്യക്തമായിട്ട് 2022. ഇതെവിടെ അറിയ സ്ഥലം? തൃശ്ശൂർ
ജില്ലയിലെ കൊടുങ്ങല്ലൂരിൻ്റെ അടുത്ത് ഇവിടെയാണ് ഒരു പ്രവാസിയുടെ ഒരു ഭാര്യ ഒരു പ്രവാസിക്ക് നഷ്ടപ്പെടാനുണ്ടായ കാരണം. അത് പിന്നെ കോടതി മൂലം വിവാഹബന്ധം വേർപ്പെടുകയായിരുന്നു തൃശ്ശൂരിലുള്ള. അവിടെ ഇവന് വ്യാജ ചികിത്സ നടത്തി. ആ പെണ്ണിന് ഇപ്പോൾ വീടും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇവ ഒന്നാന്തരം പെൺപിടിയനാണ്. 2 പെണ്ണിൻ്റെ കാര്യം ഇവൻ സമ്മതിച്ചിരിക്കുന്നത്. അതുപോലെ പല സ്ഥലത്തും ഇവൻ്റെ കുടുംബത്തിന് വരെ അറിയുന്ന കാര്യമാണ്. ഇത്രയൊരു കോഴി ഇത്രയും പച്ചക്ക് ജനങ്ങളെ തട്ടിപ്പടത്തുന്ന ഒരാൾക്കും ഒരു പ്രശ്നവുമില്ല, ഒരു നിയമത്തിനും വേണ്ട. നവംബർ 6-ന് പീപ്പിൾ വോയിസ് കേരള അൽബാവുമായുള്ള ഈ സംഭാഷണത്തിൽ കൊടുങ്ങല്ലൂര് ഒരു വീട് കൊടുക്കൽ എത്തിയൻകുട്ടികൾക്ക് വീട് കൊടുക്കുകയാണ്. ഇതിന്റെ അടുത്താണ് ഇവന്റെ വേറൊരു ഭാര്യ ഉള്ളത്. അതായത് ഒരു പ്രവാസിക്ക് ഭാര്യ നഷ്ടപ്പെടാൻ ഇടയായ ആ പ്രദേശത്തിന്റെ അടുത്താണ് ചികിത്സക്ക് പോയിട്ട് ആ ബന്ധം തകർത്ത ഒരു മാറിയ നാറ്റക്കോയാണ് ഇവന്. ഇതെല്ലാം അറിയാത്തതായിട്ട് ആരുമില്ല. ആമിത് നാറ്റക്കോയന്റെ കുടുംബത്തിന് വരെ അറിയാം, മക്കൾക്ക് വരെ അറിയാം ഇവർക്ക് ഈ കൊടുങ്ങല്ലൂരിൽ ഒരു പെണ്ണുള്ളത്. ഇവ 2 ഭാര്യ ഉള്ളത് സമ്മതിച്ചിരിക്കുന്നു ഓൾറെഡി. മറുനാടൻ മലയാളിയില് 2022 ഡിസംബർ 18 ചെയ്ത വീഡിയോയിൽ അതും ഇവൻ വളരെ വ്യക്തമാക്കുന്നുണ്ട്. അതൊന്ന് വയനാട് ജില്ലയിലെ അച്ചൂരിലുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവങ്ങനെ ഇത്രയും പരസ്യമായിട്ട് പറഞ്ഞാലും തരുണീമണികളും നമ്മുടെ മതം പഠിച്ച ആളുകളും ആത്മീയവർകളും മാനവർകളും ആക്കിയിട്ട് ഈ കഴുത വാഴ്ത്താണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അറിയുന്നത് കാസർഗോഡ് വരെ പടത്തിന്റെ ഒരു 50 ഫ്ലെക്സ് വെക്കണം. പേര് പറയണമെങ്കിൽ ഏത് ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ ആമിദ് നാറ്റക്കോയന്റെ തൊട്ടടുത്ത് കാണുന്നത് നമ്മളെ ആ പറഞ്ഞ ആള് സലാമാശി പള്ളി കമ്മിറ്റിയാണ്. ഏത് വൃത്തികേടായ മതിലും നല്ല മാന്യമായി വൃത്തിയായി പെയിന്റ് അടിച്ചു കൊടുക്കും. നോട്ടുകെട്ട് മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ഇവർ അലങ്കരിക്കുന്ന സ്ഥാനങ്ങൾ പള്ളി കമ്മിറ്റി ഇതൊക്കെയാണ്. ഇത്തരം അത് സലാമാഷ് പണത്തിൻ്റെ മുകളിൽ ഇവനെ ഫുൾ ടൈം വെളുപ്പിച്ചു കൊടുക്കുന്ന ആളാണ് സലാമാഷ് എന്ന് പറയുന്നത്. പണത്തിൻ്റെ മുകളിൽ ഇവനെ ഫുൾ ടൈം വെളുപ്പിച്ചു കൊടുക്കും. ഏത് വൃത്തികെട്ടവന്മാരെയും സ്വർഗത്തിന്റെ പാതയിലേക്ക് എത്തിക്കാൻ നരകത്തിലെ വെറുകൊള്ളിയാവാനുള്ളതാണ് ഇത്തരം സ്വർഗം സമ്പാദിച്ചു കൊടുക്കുന്ന നാറികൾ. അപ്പൊ ഈ നാറി പറയാൻ പോകുന്ന കഥ കേൾക്കാം. ഒരു അത്ഭുത ബാലൻ ആമിദ് നാറ്റക്കോയ 10-ാം വയസ്സിൽ ഒരു പിതാവ് മരിക്കുകയും 13-ാം വയസ്സിൽ 2ാമത്തെ പിതാവ് മരിക്കുകയും ഈ 10ാമത്തെ വയസ്സിൽ മരിച്ച പിതാവിനെയും 13ാമത്തെ വയസ്സിൽ മരിച്ച പിതാവിനെയും തോൽപ്പിച്ചുകൊണ്ട് ഈ 2 പിതാവും മരിക്കുന്നതിന് മുൻപ് ഈ 2 പിതാവും മരിച്ചു എന്ന് പറഞ്ഞിട്ട് യത്തീംഖാനയിൽ ചേർന്ന അത്ഭുത ബാലൻ ആമിദ് നാറ്റക്കോയ. അന്ന് എഴുത്ത് കൊടുത്ത ആള് സലാമാശയായിരുന്നു. ഈ 3ാമത്തെ ഒരു പിതാവ് ഈ സലാമാശാണോന്നും ഒരു സംശയം ഇല്ലായ്മയില്ല. അപ്പൊ ഈ നാറ്റക്കോയെ പഠിപ്പിക്കുന്ന സലാമാശി പറയുന്നത് എന്താന്ന് കേൾക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ വളർന്ന ഒരു സയ്യിദാണ് അദ്ദേഹം. ജനിച്ചത് ഈ തെങ്കര പഞ്ചായത്തിലെ ആനമൂളി എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് ആറ്റക്കോയത്തങ്ങൾ. അദ്ദേഹത്തിന് ആറ്റക്കോയത്തങ്ങൾക്ക് 3 ഭാര്യമാരുണ്ടായിരുന്നു. ആ 3 ഭാര്യമാരിൽ ആദ്യ ഭാര്യക്ക് ഉണ്ടായ നിര്യാതനായത്. 2ാമത്തെ ഭാര്യക്ക് തങ്ങള്. അങ്ങനെ 4 ആൺമക്കളും ജന്നത്ത് ബീവി ആരിഫ ബീവി എന്ന 2 പെൺമക്കളുമുള്ള 6 മക്കളുള്ള ഒരു കുടുംബമായിരുന്നു ആറ്റക്കോയത്തങ്ങൾക്ക്. 3ാമത്തെ ഭാര്യമാര് നേരത്തെ സൂചിപ്പിച്ചല്ലോ ആനമൂളിയിലാണ്. ഒട്ടും വൈകാതെ തങ്ങളും കുടുംബവും മണലടി മഹലിലേക്ക് തന്നെ താമസിക്കാൻ പിതാവിന്റെ മരണവും അതുപോലെ തന്നെ ബാക്കിയുള്ള പ്രയാസങ്ങളൊക്കെ കാരണം തങ്ങള് മണ്ണാർക്കാട് ദാറുൽ നജാത്ത് യത്തീംഖാനയിൽ അന്തേവാസിയാകുകയാണ്. ദാറുൽ നജാത്തിലാണ് തങ്ങൾ പഠിക്കുന്നത്. തങ്ങളുടെ പ്രാഥമിക വിദ്യാഭ്യാസം തങ്ങളുടെ ബസ് പഠനവുമായി മുന്നോട്ട് പോവുകയും ചെയ്ത അനുഭവം ഞങ്ങൾക്കറിയാം. ഹാമിദ് തങ്ങൾ ചെറുതായിരുന്നുവെങ്കിലും കുട്ടിയായിരുന്നു. പിതാവ് ആറ്റുകോയത്തങ്ങള് ആനമൂളിയിൽ താമസിക്കുന്ന കാലത്ത് ആനമൂളി മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ടുണ്ട്. പള്ളിയുടെ കീഴിലാണ് ആനമൂളി. ആ 3 പള്ളിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് ആറ്റുകോയത്തങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഈ നാറ്റപ്പൂമോന് ബസ് സ്റ്റോപ്പിലും പല സ്ഥലത്തും പട്ടിണിയും വിശപ്പുമായിട്ട് കിടക്കേണ്ടി ആവശ്യം വന്നത്. ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിയുടെ മകനായതുകൊണ്ടാണ് ഉമ്മയെ തലാക്ക് ചൊല്ലി ഉമ്മയെ വീണ്ടും വേറെ കെട്ടിച്ചു. കുടുംബം മൊത്തം ബാക്കി പറഞ്ഞ് സലാമാശ കബീല അനുസരിച്ച്
അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ജീവിച്ചു വന്നിട്ടുണ്ട് എന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യമാണ്. പിന്നെ ഇത് ജമയാണോ അതിന്റെ സനത് എന്താണ് സത്യത്തിൽ ഞങ്ങൾക്കൊന്നും അത് അറിയില്ല. അത് അറിയണമെങ്കിൽ അറിയേണ്ട ആൾക്കാർ വരട്ടെ. അപ്പൊ നമുക്കത് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും കഴിയും. ഏത് കാര്യത്തിനുണ്ട് ഒരു അന്വേഷണം. നമ്മളെല്ലാം ഓരോ തറവാട്ടിപ്പെട്ടവരാ. ആ പൂർവികന്മാരുടെ സ്ഥിതി എന്താണെന്ന് അറിയണമെങ്കിൽ അറിയപ്പെടുന്നുണ്ട്. ഞങ്ങള് ജബലുല്ലൈലി തങ്ങളായിട്ട് മറ്റുള്ളവര് തങ്ങൾ പ്രചരിപ്പിക്കുക, അങ്ങനെ കുറച്ച് നഷ്ടം. പ്രത്യേകിച്ച് നൂറ് ഹബീബിന്റെ കുടുംബാംഗങ്ങൾ ത്തോട് കാണുന്ന ഒരു വ്യക്തി. 2022 ഡിസംബർ 20 ഒരു സാധാരണ മെസ്സേജുകൾ അയച്ചപ്പോ, പിന്നെ ഈ മോശപ്പെട്ട ആളുകൾ അയച്ച മെസ്സേജുകൾ എനിക്ക് അയച്ചു തന്നപ്പോ ആരാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, നമ്പറിൽ തിരിച്ചു വിളിച്ചു. ഇല്ല, വെല്ലുവിളിയല്ല, ഒരുപാട് ആരോപണങ്ങളുണ്ട്. അതിൽ ഒന്ന് എന്ത് ചെയ്യട്ടെ, അവര് തെളിയിക്കട്ടെ. ആമിത് നാറ്റപ്പൂമോനെ, കൊടുങ്ങല്ലൂരിലെ കഥ തെളിയിക്കാൻ നീ പറയണ്ട. സമസ്തന്റെ നേതൃത്വത്തിൽ വരെ പരാതി എത്തിയതാണ്, മനസ്സിലായില്ലേ? ഇന്ന് ആ പ്രവാസിന്റെ ഭാര്യ നഷ്ടപ്പെട്ടു, 3 കുട്ടികൾക്ക് ഉപ്പയെ നഷ്ടപ്പെട്ടു. ഓക്കെ, ആ കുടുംബം തകർത്തവനാ നീ. തെളിവാടാ, അത് നിന്റെ മകൻക്ക് വരെ അറിയാം. നിന്റെ വീട്ടിൽ മേലെ കൊടക്കാടുള്ള നിന്റെ മകൻ മുനവറിന് വരെ അറിയടാ നാട്ടക്കോയെ. നിന്റെ ഭാര്യമാർക്കും അറിയല്ലോ. ശപ്പാണം അവരെല്ലാം ഇപ്പൊ സുഖിച്ചു വാഴുന്നുണ്ട് നിന്റെ ഒരു തട്ടിപ്പുകാരന്റെ കൂടെ. അവർക്കൊക്കെ ജീവിതം സുഖം ആവണം. അതുകൊണ്ടാണ് ഇത് സമസ്തക്കൊന്നും അറിയാഞ്ഞിട്ടുമല്ല, പല ആളുകൾക്കും പരാതികളൊക്കെ ചെന്നിക്കുന്നു. പക്ഷെ പണത്തിന് മുകളിൽ ഒരു മതസംഘടനയും ഒരു നിയമവും ഉണരില്ല. മതത്തിനെതിരല്ല. അന്തർധാര കളികളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് നട്ടലില്ലാത്ത ആളുകള് അനുഭവിക്കേണ്ടി വരും നാളെ പടച്ചറബിന്റെ മുൻപിൽ. ഇത്രമാത്രം പൈസ കൊടുക്കണം, ഇതൊരു ചോദ്യമാണ്. ഇപ്പോ വീട് കെട്ടിക്കൊടുത്തതിന് അല്ല, ഇന്ന് വരുമോ 18 വീടിൽ 15 വീട് നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു സംശയം വെക്കാറുണ്ട്, ആത്മീയ മജ്ലിസ് ഫംഗ്ഷൻ. ആ ആത്മീയ മജ്ലിസില് തേന് വെക്കാറുണ്ട്. ആ തേന് വിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പി വിറ്റ് കഴിഞ്ഞാൽ 50 റുപ്യ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അതില് എങ്ങനെയാണെങ്കിലും ഒരു നല്ലൊരു കുറച്ച് മോശമില്ലാത്ത രീതിയിൽ തേന് വിൽക്കപ്പെടും. അത് കൂടാതെ ഇവിടെ ഒരുപാട്, അപ്പൊ നിങ്ങൾ വന്നപ്പോ കണ്ടല്ലോ, വിഹിതം എന്ത് ചെയ്യും, ഈ ഒരു മാറ്റി വെക്കും. അങ്ങനെയാണ് ഞാൻ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതൊരു ട്രസ്റ്റ് തന്നെ ഉണ്ട്. അല്ലാതെ പുറത്തുനിന്ന് നമ്മള് ആരുടെ കയ്യിൽ നിന്നും ഒരു പൈസ നമ്മൾ പുറത്ത് തന്നാല് അപ്പൊ 100 തരുണിമണികളും മുത്തുമണികളും മനുഷ്യര് തിന്നന്റെ ചോറിന്റെ സ്ഥാനത്ത് പച്ച ആ പറഞ്ഞ് വാരി തിന്നുന്ന ആളുകളും, പിന്നെ നമ്മളെപ്പോലെ അറിവില്ലാത്തത് നല്ല മതം പഠിച്ച അറിവുള്ള ശ്രേഷ്ഠന്മാരും ഒക്കെ കേൾക്കണം. ഇത് നാട്ടക്കോയ പറയുന്ന കാര്യങ്ങളാണ്. ട്രസ്റ്റ്, ഓഡിറ്റിങ്, എനിക്കൊരു കഴിവുമില്ല, ഒരിതുമില്ല, തേന് വിറ്റ് വ്യാജ ചികിത്സ, ഇരട്ടച്ചങ്കൻ മുഖ്യനും കേൾക്കണം. കോടികൾ, ഓക്കെ, കോടികളാണ്, ഒരു പിരിവുമില്ല. ഗൂഗിൾ പ്രൈം മുതൽ ആളുകളോട് ലൈവിലൂടെ നിരന്തരം ഇത്ര വേണം പണം നിർബന്ധപൂർവ്വം ചോദിക്കുകയും എത്തിയും കുട്ടികളെ സംരക്ഷിക്കാൻ എന്നുള്ള പേരിൽ കോടികള്, 3 വീട് വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നു, 1 ഏക്കർ സ്ഥലം, വേറെ 3.5 ഏക്കർ സ്ഥലം, എന്തെല്ലാം കോടികൾ. എന്നിട്ടും ഇവിടുത്തെ നിയമപീഠങ്ങൾക്കൊക്കെ ഒരു നാണും കുറച്ചെങ്കിലും നാണും പുളിയും എന്തെങ്കിലും വേണടാ. പച്ചത്തീട്ടം തിന്നാണെങ്കിലും വാങ്ങിക്കുന്നില്ല. പിന്നെ നിങ്ങൾ കണ്ടല്ലോ ഇപ്പൊ എന്റെ വീട് നിങ്ങൾ കണ്ടു. 1000 അത് ജീവിച്ചോനെ. ഞാന് പിന്നെ ചെറുപ്പത്തിൽ തന്നെ വാപ്പ മരിച്ചു, പീഡിയക്കൊലായി. അത് പറയുമ്പോ സങ്കടം വരും. പച്ചക്കള്ളം പറയുന്ന ഈ നാറ്റപ്പൂമോന് സങ്കടം വരില്ല അവനക്ക്. കള്ളം ഒന്നാന്തരം. ഈ വർഷത്തെ പത്മശ്രീയും ഭരത് അവാർഡൊക്കെ ഏറ്റവും നല്ല തട്ടിപ്പുകാരൻക്കുള്ള, ഇന്ത്യയിൽ അല്ലെങ്കിൽ വേൾഡിൽ ഗിന്നസ് ബുക്കിൽ കയറിയ ഒരു തട്ടിപ്പ് വീരൻ എന്നുള്ളൊരു ബഹുമതി കൊടുത്ത് നമ്മുടെ രാജ്യം കൂടി ഇനി ഈ നാറ്റക്കോയനെ ആദരിക്കണമായിരുന്നു. ഒന്നാന്തരം അഭിനേതാവ്. പത്മശ്രീ മമ്മൂട്ടിക്കും ഇവർക്കൊന്നുമല്ല, ഈ നാറ്റക്കോയക്കാണ് കൊടുക്കേണ്ടത്. അത്ര പച്ചക്ക് ഒരു മാനം ഇല്ലാതെ ഈ നാറി തന്നെ ഇവന്റെ കള്ളങ്ങൾ ഇവന്റെ നാവിലൂടെ പറയുന്നു. എന്നിട്ടും ജനങ്ങൾ സ്വീകരിക്കുന്നില്ല.
മതനേതാക്കളും സ്വീകരിക്കുന്നില്ല. ഒരു നിയമത്തിനും വേണ്ട. പണത്തിന് മുകളിൽ ഒന്നും സാധാരണക്കാരൊന്നും വിഡ്ഢികളാവും. വീടിന്റെ ഷോപ്പിന്റെ മുറ്റത്ത് കിടന്നുറങ്ങിയിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോ ഒരുപാട് വേദന. ഒരു നാൾക്ക് എത്തിങ്ങൽ പഠിച്ചിരുന്നു, മണ്ണാർക്കാട് ദാറുന്ന ജാത്ത് എത്തീംഖാനയില്. ഒരു പെരുന്നാൾക്ക് വീടില്ല. അന്നൊക്കെ നല്ല ഭക്ഷണങ്ങളൊക്കെ നമുക്ക് എത്തീംഖാനിൽ കിട്ടിയിരുന്നു. അച്ഛനും എടാ നാറ്റക്കോയ തമ്മാടി, 10ാം വയസ്സിൽ വാപ്പ മരിക്കുന്നതിന് മുൻപ് യത്തീംഖാനയിൽ ചേർന്നു എന്ന് നീ പറഞ്ഞു. നിന്റെ വാപ്പയാണെങ്കിൽ സലാമാശി വെളുപ്പിക്കുന്ന പെയിന്റ് ഉണ്ടല്ലോ, പള്ളി കമ്മിറ്റി പ്രസിഡന്റും 15 ഏക്കർ സ്ഥലം നിന്റെ വാപ്പന്റെ ഇപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഈ വാപ്പ മരിക്കുന്നതിന് മുൻപ് മരിച്ചു എന്ന് പറഞ്ഞിട്ട് യത്തീംഖാനയിൽ ഈ സലാമാശ കയ്യിൽ നിന്ന് പേപ്പർ വാങ്ങി ചേർന്നു. നല്ല ഭക്ഷണമാണ് അവിടെ നിന്ന് കിട്ടിയെന്ന് പറയുന്നു. പിന്നെ നീ എങ്ങടെ വിശപ്പറിയുന്നു നാറി? നീ കഷ്ടത അറിഞ്ഞ് യത്തീംഖാനയിൽ ഒരു ഭക്ഷണം കഴിക്കാൻ മാർഗമില്ലാത്ത ആളുകളെ കാരണം നല്ല രീതിയിൽ നല്ല മതപഠനവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. പക്ഷെ നിന്നെ പോലെയുള്ള മാറ്റക്കേസുകൾ വീടില്ല. അന്നൊക്കെ നല്ല ഭക്ഷണങ്ങളൊക്കെ നമുക്ക് എത്തീംഖാനിൽ കിട്ടിയിരുന്നു. കേൾക്കണം. അച്ഛനും അമ്മനെ വേറെ കല്യാണം കഴിച്ചു, ഉമ്മ പോയി കുറച്ച്. പിന്നെ അന്നത്തെ ജീവിതമൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരു 10-30 കൊല്ലത്തെ കഥയാണ്. ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ഷർട്ട് ഇടാൻ മറ്റുള്ളൊരു നല്ല നല്ല ഷർട്ട് ഇടുമ്പോൾ മക്കളെ ഞാൻ ആക്സിഡന്റിൽ മരണപ്പെടുന്ന അറ്റാക്കിൽ ഇപ്പൊ ഞാനിവിടെ സമ്പാദ്യമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് എത്ര സമ്പാദ്യം? എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇത് എന്റെ വീട് സമ്പാദ്യം. എനിക്കൊരു കാറുണ്ട്, ഒരു അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. പിന്നെ ഒരു അടവിനുള്ള 2 വണ്ടികളുണ്ട്. അതല്ലാതെ വേറൊന്നും എന്റെ സമ്പാദ്യത്തില്. 3 വീടോ കാശായിട്ട് ബാങ്ക് കിട്ടി കൊടികൾ പറയുന്നവർക്ക് എന്താ പറയാ. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, അത് നിങ്ങള് ആത്മീയചൂഷണം ആദ്യത്തെ ചോദ്യത്തിന്റെ ആ വഴിയിലേക്കാണ്. അങ്ങനെ ഈ ആത്മീയചൂഷണത്തിൽ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. ഞാനത് സമ്പാദിച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും തെളിയിക്കാം. തെളിയിക്കാം. 1-2 ചെറിയ വീടുകൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെ ആ ഒരു ജപ്തി ആയ സമയത്ത് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുന്ന വിലക്ക് നമ്മളത് വാങ്ങിയിട്ടുണ്ട്. അതല്ലാതെ നമ്മൾ എന്തില്ല. ആലോചിച്ച് നോക്കണം നിങ്ങള്. കാരണം എന്ന് പറഞ്ഞാല് 2-3 വീടുകള്, പാവങ്ങളുടെ ജപ്തി ആയ വീടുകള് അത് സ്വന്തമാക്കിയിരിക്കുന്നു. പിന്നെ 1 ഏക്കർ സ്ഥലമുണ്ട്. ഒരുപാട് വിവാഹബന്ധങ്ങള്, ഭാര്യ ഭർത്ത ജീവിതം തകർത്തു. പല സ്ഥലത്ത് ഭാര്യമാര് പല സ്ഥലത്തും വെച്ചുകൊണ്ട് പലതരത്തില്. പോരാത്തതിന് 1 ഏക്കർ സ്ഥലം, അതല്ലാതെ 3.5 ഏക്കർ സ്ഥലം, വേറെ 2-3 ജപ്തി ചെയ്യാൻ പോയ വീട് വാങ്ങിയ ട്രാവൽസ്. ഇങ്ങനെ പച്ചയായിട്ട് ഇവന്റെ തട്ടിപ്പുകളും ഇവന്റെ സമ്പാദ്യങ്ങളും ഇവന്റെ വിവരമില്ലായ്മയും വിളിച്ചു പറഞ്ഞിട്ടും ഇവിടുത്തെ തുടർഭരണം കിട്ടിയ മുഖ്യൻ പിണറായിയും തീരെ അറിവില്ലാത്ത അല്ലെങ്കിൽ അറിവ് കൂടിയ മതം പഠിച്ച ആളുകളും ഈ ആഭാസനക്ക് ഇപ്പോഴും നല്ല മാനവറുകളാക്കി കൊടുക്കുകയാണ്. കാരണം എന്താ അറിയോ? പണമുണ്ടെങ്കിൽ ഏത് ആഭാസനെയും ആത്മീയ നേതാവാക്കി വാഴ്ത്തുന്ന കാലം. അവിടെ ഇനി നമ്മൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. പണമുണ്ടെങ്കിൽ ഏത് തട്ടിപ്പുകാരനെയും ആത്മീയ നേതാവാക്കി വാഴ്ത്തുന്ന കാലം. പ്രവാസിക്ക് ഭാര്യ നഷ്ടപ്പെട്ടു, അതുപോലെ പലതും. വ്യാജ ചികിത്സ, ഈ തേൻ വിറ്റിട്ടുണ്ടാക്കുന്ന കോടികൾ. എന്താണല്ലോ തേനുള്ളത്? കാരണം ഇവർ തന്നെ പറയുന്നുണ്ട് ഇവനക്കൊരു അറിവും വിവരവും ഒന്നുമില്ല എന്ന്. ഈ വ്യാജ ചികിത്സന്റെ പുറത്ത് എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല നിയമപീഠങ്ങള്? ചിന്തിക്കണം. ആരോണല്ല, യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. ഇവൻ തന്നെ, ഈ നാറ്റക്കോ തന്നെ 2022 നവംബർ 6 പീപ്പിൾ വോയിസ് കേരള അൽബാബുവിന് കൊടുത്തിയിൽ പറയുന്നുണ്ട് ഇതൊരു നൂറെ ഹബീബ് ട്രസ്റ്റാണെന്നുണ്ടെങ്കിൽ ഓഡിറ്റിങ് നടത്തുന്നുണ്ടോ വർഷത്തിൽ. എനിക്കൊരു ആത്മീയപരമായിട്ടുള്ളൊരു കഴിവില്ല എന്ന് പറയുന്നത്. ഇവൻ തേന് വെക്കുന്നു ഒന്നുമില്ലാത്ത. പിന്നെ ഇവൻ പഠിച്ച ചികിത്സ, ഇവൻ്റെ നാവിലൂടെ തന്നെ ഫുള്ള്. ഒരു സാക്ഷി വേണ്ട ഇവൻ്റെ കേസിന്. ഇവൻ തന്നെ സാക്ഷി. പക്ഷെ ഇവനെല്ലാം പണിട്ട് മൂടും. പിന്നെ ഒരു വ്യക്തിക്കെതിരെ ആരോപിക്കുന്നതല്ല, ഈ നാറ്റക്കോയാണ് പറയുന്നത് ഇവരൊരു ട്രസ്റ്റാണെന്ന്. എങ്കിൽ ഗവൺമെന്റ് സംവിധാനങ്ങളെ, കേരളത്തിലെ നീതിപീഠങ്ങളെ, നിയമപീഠങ്ങളെ ഈ ട്രസ്റ്റിന് ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടോ?
കോടികളാണ് ഈ തട്ടിപ്പ് വീരൻ സമ്പാദിച്ചു കൂട്ടുന്നത്. ആർക്കും ചോദിക്കാനില്ല, ഒരാൾക്കും പരാതിയുമില്ല. നമ്മക്ക് നമ്മളെ സമുദായം പുറത്ത് നമ്മൾ പോയിട്ട് സമ്പാദ്യമുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എത്ര സമ്പാദ്യം ഉണ്ടാവും? എന്റെ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ ഇത് എന്റെ വീട് സമ്പാദ്യം, ഒരു കാറുണ്ട്, ഒരു ക്രിസ്ത്യ, അതാണ് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. പിന്നെ ഒരു അടവിനുള്ള 2 വണ്ടികളുണ്ട്. അതല്ലാതെ വേറൊന്നും ഈ സമ്പാദ്യത്തിൽ ഇല്ല. കാശായിട്ട് ബാങ്ക് കെട്ടിക്കെടുക്കുന്നോ? കൊടികൾ പറയുന്നവർക്ക് എന്താ പറയാ. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഫസ്റ്റ് ഒരു ചോദ്യം ചോദിച്ചു, അത് നിങ്ങള് അതിൽ നിന്ന് അതെ അതാ ഞാൻ ചൂഷണം ആദ്യത്തെ ചോദ്യത്തിന്റെ ആ വഴി ഞാനത് സമ്പാദിച്ചിട്ടില്ല. ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം, ആർക്ക് വേണമെങ്കിലും തെളിയിക്കാം. ജില്ലയിലെ അച്ചൂരില്, കൊടുങ്ങല്ലൂര്, ഇങ്ങനെ പല സ്ഥലത്തായിട്ട് അതൊക്കെ ഈ ഭാര്യമാർക്കും അറിയാം. ഇപ്പൊ ഇവന്റെ കൂടെ മേലെ കൊടക്കാട് താമസിക്കുന്ന കുടുംബത്തിന് മക്കൾ വരെ ഇവന്റെ മൊബൈലിൽ നിന്ന് പിടിച്ചതാണ്. ഇങ്ങനെ പല സ്ഥലത്തും പെണ്ണും പിടിച്ചിട്ടും പച്ചക്കള്ളം ഇവൻ തന്നെ, ഒരാൾ ആരോപിക്കില്ല, ഈ നാറ്റക്കോയനെ പറഞ്ഞിട്ടും 2022 നവംബർ യത്തീംഖാനയിൽ ചേർന്നു. ആരും പ്രതികരിക്കൂല. കാരണം എന്താ അറിയോ? ഹാമിദ് നാറ്റക്കോയ ഏത് തട്ടിപ്പേരായിരിക്കും? രണ്ട് തന്തയണക്കാണ് ജനിച്ചിരിക്കുന്നത് തന്നെ. കാരണം നേരത്തെ നമ്മൾ കേട്ട് സലാമാഷ് പഠിപ്പിക്കുന്നത് 13ാമത്തെ വയസ്സിൽ എത്തിങ്ങാനെ ചേർന്നത്, ഒരു വാപ്പ 10ാം വയസ്സിലും. ഈ 2 വാപ്പമാരും തോൽപ്പിച്ചിട്ട് 3ാമത്തെ വാപ്പനെയും പറയിപ്പിച്ച് ഈ 2 വാപ്പമാരും മരിക്കുന്നതിന് മുൻപ് മരിച്ചെന്ന് പറഞ്ഞിട്ട് എത്തിങ്ങാനയിൽ ഈ കള്ളബടുവൻ അല്ല, അതിൽ വേറെ കാര്യമുണ്ട്. അത് സലാമാഷ് ഇപ്പൊ തൊട്ടടുത്തിരിക്കുന്ന സലാമാഷ്, ഇത് 10ാം വയസ്സിൽ മരിച്ച, ഇവനക്ക് 10 വയസ്സുണ്ടാകും മരിച്ച വാപ്പന്റെ കഥയാണ്. അങ്ങേപ്പുറം പറയുന്നത് ഇവന്റെ 13ാമത്തെ വയസ്സിൽ മരിച്ച വാപ്പന്റെ കഥ. അതുകൊണ്ടല്ലേ. പക്ഷെ 13ാമത്തെ വയസ്സിൽ ഇവന് ഇമ്മാനെ നോക്കലും തുടങ്ങിയെന്ന്. എന്തൊക്കെ കറാമത്താണ് നാറ്റക്കോയക്ക്. ഓ, ഇതേ മാഷനെയാണ് അങ്ങേപ്പുറം പഠിപ്പിച്ചത്. വാപ്പ മരിച്ചു. പള്ളി കമ്മിറ്റിന്റെ വെളുപ്പിക്കലാണ്. ഈ നാറ്റക്കോയന്റെ ഉപ്പാക്ക് 15 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നേരാം. ഓക്കെ, കലണ്ടർ വിറ്റ് നടന്ന ആമിദ് നാറ്റക്കോയ ജീവചരിത്രങ്ങള് ചരിത്രകാരന്മാര് ഞെട്ടിപ്പോവും. സംശയമൊക്കെ മാറി. എനിക്കൊരു സംശയമില്ല. എത്തുന്ന കന്നുകാലികൾക്കും. ഞാൻ അടുത്തത് കേട്ടിട്ട് ആരും ചിരിക്കരുത് കേട്ടോ. പാവം പട്ടിണി കിടന്ന് എന്റെ ചെറുപ്പത്തിൽ ഞാൻ കഷ്ടപ്പെട്ട് ഒരു മിഠായിക്ക്, ഒരു ഡ്രസ്സിന്, അങ്ങനത്തെ ആമിത് പൂമോ വെളുപ്പിക്കാൻ ഏൽപ്പിച്ച ഈ പള്ളി കമ്മിറ്റി പാവം അതിന് കുറച്ച് ചെരിഞ്ഞു പോയി തോന്നുന്നു. 15 ഏക്കർ സ്ഥലം ഉണ്ടായാലോ ഈ ആറ്റപ്പൂമോന്റെ നാറ്റക്കോയന്റെ വാപ്പാക്ക്. കേൾക്കണം നാട്ടുകാരങ്ങള്. അല്ല പള്ളി കമ്മിറ്റിയാ, അവങ്ങള് ചെയ്യുന്നത് ചതിയല്ലേ? ഈ 10-15 ഏക്കർ സ്ഥലമുള്ള ഒരു തങ്ങളെ മകനായിരുന്നു കലണ്ടർ വിറ്റിട്ടും ബസ് സ്റ്റോപ്പിലും പട്ടിണിയും സലാമാശ കയ്യിൽ നിന്ന് എഴുത്തു വാങ്ങിയിട്ട് വാപ്പ മരിക്കുന്നതിന് മുൻപ് മരിച്ചെന്ന് പറഞ്ഞിട്ട് എത്തിങ്ങാനെ ചേർന്നത്. ചിന്തിച്ചാൽ ദൃഷ്ടാന്തം ഉണ്ടാവും. ആർക്കെന്നറിയാം? മനുഷ്യർക്ക് ഉണ്ടാവില്ല, കഴുതകൾക്ക്.
ഇൻഷാല്ലാ 25 കുട്ടികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ 30 ആളുകൾ ഫോമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടെ കല്യാണത്തിന് ആളുകൾ കൂടുതലാണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ആളാവും. ഇൻഷാല്ലാ നമ്മളെല്ലാം അന്വേഷിച്ച് നമ്മൾ കണ്ടെത്തി ഇൻഷാല്ലാ. അതുകൊണ്ട് ഇനി നാളെ മുതൽ കല്യാണം കഴിക്കൊരു ഗതിയില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നവംബർ മാസത്തില് നമ്മൾ 25 മക്കളെ കെട്ടിക്കുന്നുണ്ട്. അതിൽ ഇൻഷാല്ലാ ഉൾപ്പെടുത്താൻ കഴിയും. അന്ന് അപേക്ഷകൾ തരിക. ഇൻഷാല്ലാ സ്ഥലം മേലെ കൊടുക്കാനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നൂറ ഹബീബ് അള്ളാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും അള്ളാഹു പ്രദാനം ചെയ്യും. ഓരോരോ സ്ഥലത്ത് ചെറുപ്പത്തില് എന്റെ അമ്മമാർ എനിക്ക് എന്ത് സങ്കടം വന്നാലും എന്റെ അമ്മയുടെ ഉപ്പിട്ട് ഞാൻ പറയാം. എനിക്ക് എന്ത് ചെയ്യണം? മക്കള് നോക്കാത്ത ഉമ്മമാര് ഇപ്പമാര് ചീട്ടെടുക്കണം. എന്നിട്ട് എന്റെ അമ്മാനോട് സങ്കടം പറയണ പോലെ ഓരോരോ സ്ഥലത്ത് കൊണ്ടെത്തണം. ഭാഗ്യം നൽകട്ടെ. അതിന് ഒരു 3.5 ഏക്കർ സ്ഥലം, അതിന് 1.5 ഏക്കറിന്റെ പൈസ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. ഇനി കൊടുക്കാണ്ട് അതിന് 1/2 ഏക്കർ പിരിച്ചിട്ടുമില്ല. ഇൻഷാല്ലാ ഇനി പിരിക്കൂല. വാണ്ടനും അള്ളാഹു എനിക്ക് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് അള്ളാഹു അത് പൂർത്തിയാക്കുന്ന ഭാഗ്യം അള്ളാഹു നൽകട്ടെ. പിന്നെ കഴിഞ്ഞ ആഴ്ച ഈ സ്ഥലത്തിന്റെ ഉടമ ഖബറിലാണ്. അള്ളാഹുവിന്റെ ഖബർ അള്ളാഹു വിശാലമായി കൊടുക്കട്ടെ. ഈ സ്ഥലത്തിന്റെ ഉടമ എന്ന് വന്നിട്ട് നമ്മൾ ഈ സ്ഥലം അതല്ലെങ്കിൽ വർക്ക് ഷോപ്പ് ഉണ്ടാക്കുകയാണ്. അടുത്ത മാസത്തെ മനസ്സ് നടത്താൻ പ്രയാസാണ്. അങ്ങനെ അവിടെ എടുത്ത 3 ഏക്കറേക്കെങ്കിലും പോകാൻ കുറച്ച് ഉള്ളോട്ട് കുറച്ച് പോണം. ഭയങ്കര വിഷമം. ചെയ്തു സഹോദരനാണ്. കുടുംബത്തിൽ മരിച്ചു പോയിട്ടുണ്ടെന്നിരിക്കുന്ന ഡപ്പർത്ത പോലതാണ്. അള്ളാഹു ബർക്കത്ത് നൽകട്ടെ. മക്കൾക്കുള്ള ഹൈർ നൽകട്ടെ. കുടുംബത്തിനൊക്കെയുള്ള സന്തോഷം നൽകട്ടെ. പിന്നൊരു പരാതി ഞാൻ കേട്ടു. ഏക്കറ നിങ്ങൾ കണ്ടു ഗേറ്റ് ഇവിടെ തൊട്ട് 2-3 ലക്ഷത്തെ സെന്റിന് പറഞ്ഞു. ഇത് 7 ലക്ഷം 6 ലക്ഷം ഇത്ര വലിയ പൈസ. ഇപ്പൊ തൊട്ട് അയൽപെട്ട സ്ഥലം ഞാൻ ചോദിച്ചു. എന്നോട് പറഞ്ഞു 2-2.25 ലക്ഷം റുപ്യക്ക് ഒരു സെന്റ്. അപ്പൊ 1 ഏക്കറൊക്കെ 2.5 കോടി രൂപയോ എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടൂല. അങ്ങനെ സ്ഥലം ഒഴിവാക്കി. ഞാനിങ്ങനെ സ്ഥലത്തിൽ എന്തൊക്കെ തങ്ങളെ വർത്താനം സുഖല്ലേ? സുഖാണ്. മജ്‌ലിസിലൊക്കെ പിന്നെ അടുത്ത മാസം മജ്‌ലിസ് നടത്താൻ പറ്റും കേട്ടു. എന്റെ ഹക്ക് ചെയ്യാൻ. എന്നാലേ എന്നോട് മുതലാളി പറയാം ഞാനൊരു 2-3 വിട്ടു. ഒരു 1.70 ഞാൻ സ്ഥലം തരാം. 1.70 പേര് ഞാൻ സ്ഥലം തരാം. അങ്ങനെ ഞാൻ മൽപ്പിടുത്തത്തില് 1,67,000 റുപ്യക്ക് 1 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങി. അൽഹംദുലില്ലാ എല്ലാവർക്കും ഇത് നിങ്ങൾക്കല്ലോ മക്കളെ എടാ ഇൻഷാല്ലാ പൈസ വായ പറഞ്ഞൊരു 1 കൊല്ലം കൊണ്ട് തന്നാ മതി. അല്ലാഹു പറഞ്ഞു ഞങ്ങളെ ജമാഅത്തിന് ഒരു ഫദ്ർ കിട്ടുമല്ലോ. അതുകൊണ്ട് അൽഹംദുലില്ലാ അടുത്ത മജ്‌ലിസ് 1 ഏക്കർ നല്ല വിശാലമായ ഹബീബിന്റെ വീട്ടിനെടുത്തായി അല്ലേ? അല്ലാഹുവിന്റെ റസൂൽ ചാരിറ്റബിൾ ഓരോരോ വ്യക്തികൾ. അതില് നമുക്ക് യൂട്യൂബില് നമ്മൾ അറിയുന്ന പൈസ ഉണ്ടാക്കണം. ആ ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ ബാങ്കിൽ അവര് കൂടിയത്. എന്താണ് അത്തരം ആളുകളോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ ട്രസ്റ്റ് ആയിട്ടുണ്ട്. ചാരിറ്റബിൾ ട്രസ്റ്റ് ആയിട്ടുണ്ട്. രജിസ്ട്രേഷൻ കഴിഞ്ഞ് അതിലൂടെ ഞങ്ങൾ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആരുടെ പോയിട്ട് പൈസ പിരിക്കുന്നില്ല. നമ്മളാരുടെ കാരണം ഞാനൊരു സയ്യിദാണ്, തങ്ങളാണ്. കുടുംബപരമായിട്ട് വാപ്പാനേക്കാൾ ഒരുപാട് ആളുകൾ വീട്ടിൽ വരാറുണ്ട്. തങ്ങളാണ്. കുടുംബപരമായിട്ട് വാപ്പാനേക്കാൾ ഒരുപാട് ആളുകൾ വീട്ടിൽ കള്ളം പറയാത്ത പറയുന്നത് കേൾക്കണം. ഓക്കെ, ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമിത നാറ്റക്കോയ പറയുന്നത് അതൊരു വിശ്വാസമാണ്.
അതല്ലാതെ നമ്മള് മന്ത്രവാദങ്ങളൊന്നും ഇല്ല. ചില ചോദ്യങ്ങൾ അനിഷ്ടങ്ങൾ ഉണ്ടാവാം. ഈ ഒരു ആത്മീയമായ ഒരു പരിവേഷം ലഭിക്കുന്നതിന് മുമ്പ് ആദ്യം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു. അതിലേക്കല്ല ഞാൻ ചോദിക്കുന്നത്, എത്ര പെണ്ണ് എത്ര ഭാര്യമാരുണ്ട്? എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഞാൻ വലിയ പഠിച്ച ആളൊന്നുമല്ല. ഞാൻ വലിയ അറിവുള്ള ഒരു വ്യക്തിയല്ല. ഒറ്റക്ക് ചോദിച്ചോളൂ, പെണ്ണ് പിടിയാണ് ഒരു വ്യഭിചാരശാലയാണ്. നമസ്കാരം. ഇപ്പോൾ ഏറെ ചർച്ചാ വിഷയമായിരിക്കുന്ന സയ്യദ് ഹാമിദ് അലി ആറ്റക്കോയ തങ്ങളെന്ന മുസ്ലിം പണ്ഡിതനെ തേടിയാണ് ഞങ്ങൾ മലപ്പുറത്തെത്തിയത്. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണക്കടുത്ത് പാലക്കാട് ബോർഡറിന് സമീപം മേലെക്കൊടക്കാവ് എന്ന പ്രദേശത്താണ് ഇദ്ദേഹത്തിന്റെ വസതി. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയരുന്ന ആരോപണങ്ങൾക്കും പ്രത്യാരോപണങ്ങൾക്കും കഴിവുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഞങ്ങൾ ഇവിടെ. അങ്ങനെ കിലോമീറ്ററുകൾ താണ്ടി ഞങ്ങൾ ഹാമിദ് ആറ്റക്കോയ തങ്ങളുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കഴിഞ്ഞ ഒരു വർഷമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന യുദ്ധം എന്ന് തന്നെ പറയേണ്ടി വരും. ആ രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. എന്തായാലും നമസ്കാരം. നമസ്കാരം. അപ്പൊ ഞാൻ ഉസ്താദ് എന്ന് വിളിക്കണം, അല്ല തങ്ങൾ വിളിക്കണം? എന്താ തങ്ങളെന്ന് വിളിക്കാം. തങ്ങൾ വിളിക്കാം. കാരണം അത് എന്റെ വാപ്പന്റെ പേരാണ്, അസൽ തങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് സംശയമല്ല, കുടുംബത്തിന് സംശയമല്ല. അവര് സംശയമുള്ളടത്ത് നമ്മള് എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ ചോദിക്കട്ടെ, ഈ തങ്ങളിൽ തന്നെ തുടങ്ങും. അതായത് കോവിഡ് കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ട, അതല്ലെങ്കിൽ മുസ്ലിം മതവിശ്വാസികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ പ്രചരിക്കപ്പെട്ട ഒരു പേരാണ് ഹാമിദ് അലി തങ്ങൾ. തീർച്ചയായിട്ടും. പക്ഷേ കോവിഡിന്റെ പിന്നാലെ തന്നെ ഈ ലോക്ക്ഡൌൺ ബ്രേക്ക് ചെയ്തതുപോലെ ആരോപണങ്ങൾ വന്നു തുടങ്ങി. അതിൽ ആദ്യത്തെ ആരോപണം ഇങ്ങനെയായിരുന്നു, അതായത് ഹാമിദ് അലി ആറ്റക്കോയ തങ്ങൾ ഒരു തങ്ങളല്ല എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആരോപണം. ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആ ഒരു ആരോപണം വന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ എവിടെയാണ് തങ്ങൾ സ്വദേശം? ഇത് എന്റെ സ്വദേശം. ഞാൻ പെറ്റ് വളർന്നത് മണലടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മണലടി. ഇതിപ്പോ മേലെ കൊടക്കാടാണ്. ഇതിന്റെ ഉമ്മയുടെ നാടാണ്. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറമാണ് എന്റെ ജന്മസ്ഥലം മണലടി. അവിടെയാണ് ഞങ്ങള് സ്വദേശം. അപ്പോൾ നിങ്ങൾ ഈ തങ്ങൾ എന്ന ആ ഒരു പദവി അല്ലെങ്കിൽ ആ ഒരു കുടുംബ പരമ്പര അത് എങ്ങനെയാണ് വിശദീകരിക്കാൻ സാധിക്കും? ആരുടെ ഏതൊരു ഒരു വകുപ്പുകളുണ്ട്? അല്ല, നമ്മളെ വാപ്പ നാട്ടിൽ അറിയപ്പെടുന്ന തങ്ങളായിരുന്നു. ഈ പണ്ട് കാലത്തൊന്നും സിൽസില എഴുതി വെക്കൂല. പണ്ട് കാലത്തൊന്നും പരമ്പര പണ്ട് കാലത്തൊന്നും ഇല്ല. അത് എഴുതി വെക്കുന്ന ഒരു സ്വഭാവം ആരെങ്കിലും ഇല്ല. നമ്മൾ അന്വേഷണത്തോളം അങ്ങനെയാണ് നമുക്കറിയാൻ കഴിയും. ഈ ഓൺലൈൻ മാധ്യമങ്ങൾ അതുമില്ല. ഇപ്പൊ ഈ കുറച്ചു കാലത്തിന് ശേഷമാണ് എന്താണ് ഈ കബീല എഴുതി തുടങ്ങിയത്. എന്റെ വാപ്പ ഞങ്ങളെ ചെറുപ്പത്തിൽ ഞങ്ങൾ അറിയുന്ന ആളുകളാണ്. നമ്മളെ വാപ്പ നമ്മളെ മണലടിയാണ്. ഒറിജിനൽ നമ്മൾ ലക്കിടിയാണ്. പാലക്കാട് ജില്ലയ്ക്ക് അടുത്ത് ലക്കിടിയാണ്. അവിടെ അറബിക്കവരിക്കൽ കുടുംബത്തിൽ ജനിച്ചതാണ്. അവിടെ ഇപ്പോഴും കുടുംബങ്ങളുണ്ട്. അങ്ങനെ മണലടിയിലേക്ക് വാപ്പ താമസം മാറി. അവിടുന്ന് കൊടക്കാട് എന്റെ ഉമ്മാനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി. അവിടെ നിന്നാണ് ഞങ്ങളുടെ ജനനം. പിന്നെ അന്ന് മുതലേ ഞങ്ങളെ വാപ്പാനെ അറിയുന്നവരും ഞങ്ങളെ വാപ്പാനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും അറിയാം തങ്ങളാണെന്നുള്ളത്. പിന്നെ വിവാദങ്ങൾ വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലെ മഹല്ല് കമ്മിറ്റി പോലും ഞങ്ങൾക്ക് ഒറിജിനൽ തങ്ങന്മാരാണ് എന്നുള്ള അസല് പറഞ്ഞിട്ട്. ഈ ഒരു ജുമലുൽ ലൈല, അതെന്താണ് സംഭവം? പേരിന്റെ ഒരു വാലായിട്ടാണ്? അല്ല, അതൊരു കുടുംബ പരമ്പരയാണ്. ഈ ഞങ്ങളെ വാപ്പ ഞങ്ങളെ ഞങ്ങളെ അറിവ് തന്നതും ഞങ്ങളെ പറഞ്ഞു തന്നതും ജമലുലി കബീലക്കാരാണ് നമ്മൾ എന്നാണ്. ആ പരമ്പരക്കാരാണ്. 13 വയസ്സായപ്പോ വാപ്പ മരണപ്പെട്ടു. 13 വയസ്സില്. അതിനുശേഷം പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ആയി കുടുംബ പരമ്പരന്റെ ബാക്കിൽ നമ്മൾ എഴുതി തീർക്കാൻ പോയില്ല. പക്ഷെ ഇന്നും നമ്മള് ഗൗരിച്ചിരുന്നില്ല. അന്ന് നമ്മൾ ഇത്ര വലിയ ഒരു സോഷ്യൽ മീഡിയ വരും, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് നമ്മൾ അറിയില്ല. അങ്ങനെ അറിയുന്നതായിരുന്നെങ്കിൽ നമ്മൾ അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ നമുക്ക് അത് ഉണ്ടാക്കാമായിരുന്നു. പിന്നെ ഇപ്പോഴും അതിന് നമ്മളിപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് ജമീലയിൽ അല്ല ഇതില്. പക്ഷേ നമ്മൾ അതിന്റെ ബാക്കിൽ ഓടിക്കൊണ്ടിരിക്കും.
നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏകദേശം ഈ സമൂഹത്തിനോട് നമുക്ക് വിളിച്ച് പറയാനുള്ള കാര്യങ്ങൾ റെഡിയായിട്ടുണ്ട്. കറക്റ്റായിട്ട് നമുക്കത് റെഡി ആയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അപ്പൊ എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഞാൻ പല സഹിതന്മാരോട് ഞാൻ തങ്ങന്മാരോട് ബന്ധപ്പെട്ടപ്പോ ഒരു കുടുംബം എന്നോടൊപ്പം പറഞ്ഞത് 50 കൊല്ലായി അവര് ഈ സിൽസിലക്ക് വേണ്ടി ശ്രമിച്ചു റെഡിയായി. ആ എന്റെ വാപ്പ എന്നോട് പറഞ്ഞു, എന്റെ വാപ്പ മരിക്കുന്നതിന് വരെ ഇതിന്റെ ബാക്കിൽ ആയിരുന്നു, ഇപ്പോഴാണ് റെഡിയായത്. ഇത് ഹലർ മൗത്ത് എന്നാണ് വരുന്നത്. ഹലർ മൗത്ത് പറഞ്ഞാല് പിന്നെ ഈ സ്ഥലത്തിന്റെ പേര് ഹലർ മൗത്ത് ആണ്. ഒരു സ്ഥലത്തിന്റെ പേരാണ് ഹലർ മൗത്ത്. അത് നമ്മള് പിന്നെ ഒരുപാട് സയ്യിദന്മാര് നബിന്റെ കാലത്ത് പല സ്ഥലത്തേക്കും പിന്നെ പാലായനം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളെ വാപ്പ നമ്മള് പറഞ്ഞത് ഹലർ മൗത്ത് എന്നാണ് നമ്മളെ പാപ്പ വന്നതിന്. അപ്പൊ നമ്മളിത് എഴുതി ഒരുപാട് പണികളുണ്ട് ഇത് കണ്ടുപിടിക്കാൻ. പിന്നെ നമ്മളെ വാപ്പ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങള് എന്താണ് നമ്മള് ഇന്ന കബീലക്കാരാണ്, ഇന്ന തങ്ങന്മാരാണ്. ആരെങ്കിലും ഓടി വന്നിട്ട് പിന്നെ ഞങ്ങൾ അതല്ല ഇതല്ല എന്ന് പറയുമ്പോൾ നമുക്ക് മാറ്റി പറയാൻ നമുക്ക് കഴിയില്ല. നമ്മളെ വാപ്പല്ലേ, ആളോട് വന്നിട്ട് പറയണം നിങ്ങൾ വാപ്പന്നെ അതല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നമ്മള് പിന്നെ കബീർ നമ്മൾ ഇവിടെ മാറ്റിയിട്ടില്ല, നമ്മള് റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് കേരള സമൂഹത്തിൽ നമ്മൾ അത് അറിയിക്കൽ ബാധ്യത നമുക്കുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഒരു 100 ഹബീബി എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ആത്മീയ സദസ്സ്, അത് ഇന്നും വലിയ രീതിയിൽ ആൾക്കാർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വിമർശനങ്ങൾക്ക് കാരണമായ, അതായത് ഒന്ന് താങ്കളുടെ നേരത്തെ പറഞ്ഞ പോലെ തങ്ങളെന്ന പദവി ചോദ്യം ചെയ്യപ്പെട്ടു, രണ്ടാമത് ചികിത്സ നടത്തി ആത്മീയ ചികിത്സ നടത്തി ചൂഷണം ചെയ്യുകയാണെന്നുള്ള ഒരു പരാതി ഉയർന്നു വരുന്നുണ്ട്. അത് ചോദ്യം നല്ലൊരു ചോദ്യമാണ്. പലരും ഞാന് 20 വർഷത്തോളമായി ചികിത്സ. ചികിത്സയാണ്, ഏത് തരത്തിലുള്ള ചികിത്സയാണ്? ഞാനൊരു പിന്നെ ആയുർവേദത്തിന്റെ പിന്നെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പാരമ്പര്യമായിട്ട് തങ്ങന്മാരാണ് പല ആളുകളും. ഒരു കഴുത പച്ചക്ക് പറയാണ് ഞാൻ ചികിത്സ നടത്തുന്നുണ്ടെന്ന്. അതിൻ്റെ നോട്ടീസ് വരെ ഇറക്കിയിരുന്നപ്പം അന്വേഷണം വന്നതിന് ശേഷം നോട്ടീസ് ഒഴിവാക്കിയെന്നുണ്ട്. അപ്പം മുൻപ് വ്യാജ ചികിത്സ നടത്തിയാലും ഇപ്പം കേസെടുക്കാൻ നിയമമില്ല. ഇവിടെ കുന്തി മരങ്ങളുടെ പിന്നാലെ, അതായത് പാവപ്പെട്ട ആളുകളുടെ പരാതിക്ക് പുല്ല് വില. കാരണം മൂട്ടിൽ ചെമ്പ് വെച്ചിട്ട് പോകേണ്ടി വരും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ. അപ്പോൾ DGPയും മുഖ്യമന്ത്രിയൊക്കെ ഇടപെടും കുന്തി മരങ്ങളെ പോലെ. പക്ഷെ മൂട്ടിൽ ചെമ്പില്ലാത്തവരാണെങ്കിൽ ഒരു പരാതി ഉണ്ടാവില്ല, അവർ വല്ലവരെ കൊലക്കത്തിക്ക് ഇരയാ. കാരണം മതസംഘടനകളാണെങ്കിലും നിയമമാണെങ്കിലും പണത്തിന് മുകളിലില്ല. അതാണല്ലോ ഇത്ര പച്ചക്ക് ഇവൻ തന്നെ പറയുന്നത്. എനിക്കൊരു കഴിവുമില്ല, ഒരു ഇതുമില്ല, ഞാൻ ചെയ്യുന്നത് ചാരിറ്റിയാണ്, ട്രസ്റ്റാണെന്ന്. നമ്മളെ കേരളത്തിൽ ഞാൻ മാത്രമല്ല, പല ആളുകളും ഒരു പിന്നെ നമ്മളെ ആത്മീയമായിട്ട് പല ആളുകളെത്തും പോവാറുണ്ട്. അതുപോലെ എൻ്റെ അടുത്തും ഒരുപാട് തങ്ങന്മാരുണ്ട് ഇതുപോലെ ചികിത്സയുമായി ബന്ധപ്പെട്ട്. പക്ഷെ ഇതൊക്കെ ഒരു അനുവദനീയമാണോ? അല്ല, ഒരു നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ നിയമപരമായിട്ട് നോക്കുകയാണെങ്കിൽ അനുവദനീയമല്ല. പക്ഷേ ഒരു കുടുംബ പാരമ്പര്യം പണ്ട് കാലത്തൊക്കെ ഒരുപാട് തങ്ങന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ വപ്പപ്പാത്തൊക്കെ ഒരുപാട് ആളുകൾ വരും. അതായത് ആലോചിച്ച് നോക്കണം, ഈ കള്ളൻ തന്നെ പറയുന്നത് ഇത് നിയമപരമല്ലാന്ന്. കോടികളാണ്. ഇപ്പം ഈ 2022 മറുനാടൻ മലയാളിയിൽ ഇപ്പം പറഞ്ഞ എന്താണ്, 3 വീട് ജപ്തി ചെയ്യാൻ പോയ വീടെടുത്ത് ഒരു ക്രിസ്റ്റ കാറുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് അല്ലേ. ഈ
പീപ്പിൾ വോയിസ് കേരള നമ്മുടെ അൽബാബുവിന് കൊടുത്തില്ല എന്താ പറയുന്നത്, ഇവന്റെ വാപ്പനെ കാണാനൊക്കെ വീട്ടിൽ ആളുകൾ വരുമായിരുന്നു. പിന്നെ അതുപോലെ ഇവനെ കാണാനും അങ്ങനെയുള്ള ഒരു പിരിവുമില്ല, നൂർ ഹബീബ് ഒരു പിരിവുമില്ല. അങ്ങനെയുള്ള പണം കൊണ്ടാണ് ഈ വീടിന് സഹായിക്കണതെന്ന്. പക്ഷെ ഈ ഞാൻ പറഞ്ഞില്ല അത്ഭുതജനനായിരുന്നല്ലോ ഈ ആമിദ് നാറ്റക്കോയ എന്ന് പറഞ്ഞവനെ. ഒരു വാപ്പ 10-ാം വയസ്സിലും ഒരു വാപ്പ 13-ാം വയസ്സിലും. ഈ 2 വാപ്പമാരും മരിക്കുന്നതിന് മുൻപ് സലാമാശ പേപ്പറോട് കൂടി യത്തീംഖാനയിലും ചേർന്ന് നിൽക്കുന്നത്. ഇതേ ആമിദ് നാറ്റക്കോയതാ ഇതിൽ നിങ്ങൾക്ക് തുടർ സംഭാഷണത്തിൽ കേൾക്കാം. 13 വയസ്സ് മുതൽ ഈ ആമിദ് നാറ്റക്കോയ അവന്റെ ഉമ്മാനെ നോക്കണെന്ന് പറയുന്നത്. എന്നാലോ ഈ 2 വാപ്പമാര് മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ നാറ്റക്കോയന്റെ ഉമ്മാനെ തലാക്കും ചൊല്ലിക്കുന്നു. ആലോചിച്ച് നോക്കണം. ഈ സലാമാശി വെളുപ്പിക്കുന്ന അറിയപ്പെടുന്ന പള്ളി കമ്മിറ്റിന്റെ സെക്രട്ടറിയൊക്കെ ആയ ആള് ആണ് ഇവന്റെ ഉമ്മനെ തലാക്ക് ചൊല്ലിയത്. അതുകൊണ്ടാണല്ലോ വാപ്പ മരിക്കുന്നതിന് മുൻപ് തന്നെ യത്തീമായി തീർന്ന അത്ഭുത ബാലന്. അപ്പൊ ഈ കള്ളങ്ങളൊക്കെ ഇവൻക്കെതിരെ സാക്ഷിയില്ല. ഇവൻക്ക് സാക്ഷിയും വാദിയും പ്രതിയും ഒരാളാണ്. സിമ്പിളാണ്. ഒരു ഇച്ചിരി ചോറ് തിന്നണ ഏതെങ്കിലും ഒരാള് മതം പഠിച്ചില്ലോ ഇല്ലെങ്കിൽ നിയമകൂടത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സാക്ഷി, ഒരു എതിർ സാക്ഷിന്റെ വാദമില്ലാതെ സ്വന്തം, ഞാൻ പറയില്ല നമ്മൾ ചാരിറ്റിയിലെ എടപ്പാൾ പാട്ടാണ് ഇവന്. അതായത് എടപ്പാൾ പാട്ടന്റെ നാണം കെടുത്തല് എടപ്പാൾ പാട്ടന്റെ പല സമയത്തുള്ള നിലപാടുകളെ പോലെ തന്നെ ഇവൻ പറയുന്ന കാര്യങ്ങൾ ഇവൻക്കെതിരെയുള്ള 100 നിയമകൂടത്തിന് കണ്ണ് കാണില്ലെങ്കിലോ മതസംഘടനകൾക്ക് കണ്ണ് കാണില്ലെങ്കിലോ, കാരണം മതസംഘടനകള് നടപടി എടുക്കൂല. ഞാൻ പറഞ്ഞില്ലേ മതം പഠിച്ച് നെറ്റിമേൽ നിസ്കാരത്തായ്മ ഉണ്ടാവും. ഇവന്റെ ഈ കള്ളന്റെ വീട് കുടിയിരിക്കലിന് ചെന്ന് സമസ്തയിലെ വലിയൊരു ഉസ്താദായിരുന്നു. ഇപ്പൊ ഇവിടെ അടുത്ത് നമ്മൾ കണ്ട് പനമ്പള്ളി മദ്രസന്റെ ഉദ്ഘാടനത്തിന് ഇവിടെ കുറച്ച് നേതാക്കന്മാര് പറഞ്ഞിരുന്നു കുരുത്തക്കടട്ടുന്നു. നാണം കെട്ടി ജീവിക്കണേനെക്കാട്ടിയല്ലേ കുരുത്തക്കടട്ടിട്ട് നിന്ന് മരിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ എന്ന് പറയും. കാരണം എന്താ അറിയോ, ഒരു കേറി ഇരുന്നതുമല്ല, സമസ്തന്റെ ആളുകൾ തന്നെ ഇവനെ പ്രസംഗിക്കാൻ വിളിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 4 ആളുള്ള ഇമ്പിച്ചിക്കോയ തങ്ങള്, ജിഫ്രി മുത്തുക്കോയ തങ്ങള്, ഇമ്പിച്ചിക്കോയ തങ്ങളെ അനിയന് ഹുസൈൻ തങ്ങള്, ഇവര് 4 ആൾ ഇരിക്കുന്ന ഒരു ചെയർ, ഒരു ടേബിളിൽ ഇരിക്കുന്നത് ആമിദ് നാറ്റക്കോയാണ്. കാരണം എന്താ അറിയോ, ആമിദ് നാറ്റക്കോയന്റെ പണത്തിന്റെ പവർ. ഇതൊന്നൊന്നല്ല, 2 കൊല്ലം മുൻപ് കരിങ്കല്ലത്താണിയില് ഇവ മലക്കുകൾ ഇറക്കി സൂറത്തില് എന്താണ് ഫാത്തി ഇറങ്ങിയ കരിങ്കല്ലത്താണിയിലാണ്. അന്നും മാനവർകളായ ഈ കൊടക്കാട് ഈ നാറ്റക്കോയനെ ദുആ ചെയ്യാൻ വേണ്ടി വിളിച്ചതും സമസ്തന്റെ ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങള് സ്ത്രീയും പുരുഷനും ഇടകലരുന്ന് എന്ന് പറഞ്ഞിട്ടുള്ള വാദങ്ങളും APEK എന്ന് പറഞ്ഞ് തമ്മ് തല്ലിക്കോളി, APEK എന്ന് പറഞ്ഞ് തമ്മ് തല്ലിക്കോളി. പിന്നെ സത്താർ പന്തല്ലൂര് പറഞ്ഞിരുന്നല്ലോ ഒരു കുടുംബബന്ധം തകരാനുള്ള കാരണം, അതിന് ഈ ആമിദ് നാറ്റക്കോയ ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. എന്താണ്, സത്താറെ നിന്നെ കാണാൻ വെള്ളിയാഴ്ച ഞാൻ നിന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന്. അവിടെ ചെന്ന് സത്താറിന്റെ വീട്ടിൽ ആള് ചെന്ന് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അത് ചെന്നത് ഈ ആമിദ് നാറ്റക്കോയ അല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല ഒരു പ്രവാസിക്ക് ഭാര്യ നഷ്ടപ്പെട്ടു എന്ന്. ആ പെണ്ണിനെയാണ് ഇവൻ പറഞ്ഞു വെച്ചത്. ആ പെണ്ണുമായിട്ടുള്ള ബന്ധം ഇവന്റെ ഇപ്പം മേലെ കൊടക്കാടുള്ള ഇവന്റെ ഭാര്യ, ഇവന്റെ കൂടെ താമസിക്കുന്ന ഇവന്റെ മകന് മുനവർ അടക്കം ഇവന്റെ ഫോണിൽ നിന്ന് പിടിച്ചിട്ട് ആ ഫോൺ അടക്കം കിണറ്റിക്കെടുത്ത് വലിച്ചെറിഞ്ഞായിരുന്നു. പിന്നെ മുൻപ് ഹൈദർ അവതരിപ്പിച്ചിട്ടുണ്ട് ഒരു സ്ത്രീയുടെ സഹോദരൻ എന്ന് പറഞ്ഞ് വന്നത് ഇവൻ കല്യാണം കഴിച്ച ആ ചങ്ങായിനെ ഇവൻ പറഞ്ഞത് ആമിദ് നാറ്റക്കാരൻ അവര് ചെയിൻ കേസിൽ, മോഷണ കേസിൽ പ്രതിയാന്ന. അപ്പൊ ഒരു ബന്ധമൊന്നല്ല. ഈ തൃശ്ശൂരുള്ളില് ഇപ്പൊ അവൾക്ക് 2 നില വീട് വെച്ച് കൊടുക്കുന്നുണ്ട് ആ പ്രവാസി. കാരണം പ്രവാസി പറഞ്ഞ ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഈ ആമിദ് നാറ്റക്കോയനോട്. എന്താ പറഞ്ഞത്, ആമിദ് നാറ്റക്കോയനോടല്ല, ആ സഹോദരൻ പറഞ്ഞത് അവന്റെ ഭാര്യയോട് നിന്റെ വീട്ടില് ഈ ആമിദ് നാറ്റക്കോയ വരാൻ പാടില്ല, കാരണം ആ വ്യക്തി പ്രവാസിയാണ്. അപ്പൊ ഇവളെ ഉപ്പന്റെ കൂടെ നിൽക്കുമ്പോ ഈ ആമിദ് അവിടെ വരാണ്. അത് ഇവർക്ക് സഹിക്കൂല. കാരണം എന്താണ്, ഇവ ഒന്നാന്തരം കോഴിയാണ് ഈ ആമിദ് നാറ്റക്കോയ, ഒന്നാന്തരം പെണ്ണുപിടുത്തക്കാരൻ ആഭാസന. അപ്പൊ ഇവൻ അവിടെ ചെല്ലുന്നത് കാരണം പല ആളുകളും ഇപ്പൊ നമുക്ക് നാട്ടിലറിയല്ലോ, നല്ലതീ ചെന്നാലും ഇല്ലാതെയും ഒരുപാട് അപവാദങ്ങൾ പ്രചരിക്കുന്ന കാലമാണ് ഒരു അന്യപുരുഷര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ. അപ്പൊ അത് കാരണം ഈ പ്രവാസിക്ക് അയാൾ പ്രവാസ ലോകത്താണ്. അപ്പൊ ഇവന്റെ അവിടെ നിത്യസന്ദർശനം ആയത് കാരണം പല ആളുകൾ ഈ പ്രവാസിനെ വിളിച്ചിങ്ങനെ അറിയിച്ചു ഈ ബന്ധം നല്ലതല്ല. അപ്പൊ ആ പ്രവാസി എന്തു പറഞ്ഞു, അദ്ദേഹത്തിന് അയാൾക്ക് ഇപ്പൊ അയാളെ ഭാര്യനെ വിളിച്ചിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ, ഈ ആമിദ് നാറ്റക്കോയ അവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ഇവള് ഈ പ്രവാസിയുടെ ഭാര്യ നിൽക്കുന്നത് അവരുടെ ഉപ്പന്റെ വീട്ടിലാണ്, സ്വന്തം വീട്ടിലാണ്. പക്ഷെ ആ കുടുംബത്തിന്, കാരണം ഇപ്പൊ ഈ ഭർത്താവിന് ആളുകള് അനാവശ്യമായിട്ട് ചിലപ്പോൾ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞു കൊടുത്തതാവാം. പക്ഷെ ഇത് പറഞ്ഞ് ഈ ഭാര്യയോടും
ഈ പെണ്ണിന്റെ ഉപ്പനോടും പറഞ്ഞു ആമിത് നാറ്റക്കോയ ആ വീട്ടിൽ വരാൻ പാടില്ലാന്ന്. ഏത് ഈ തൃശ്ശൂരുള്ള കൊടുങ്ങല്ലൂര് ഭാഗത്തുള്ള ആ വീട്ടില്. പക്ഷെ ഈ ആമിത് നാറ്റക്കോയനെ ഒഴിവാക്കിയിട്ടുള്ള ഒരു കാര്യത്തിനും ആ പിതാവും ആ പെണ്ണും തയ്യാറല്ല. ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് യാഥാർത്ഥ്യമായിരുന്നു ഈ വ്യക്തി പറഞ്ഞു കേട്ടത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാലിന്യ കമ്മിറ്റി പോലും, അതായത് സമസ്തയിൽപ്പെട്ട പല ആളുകളുമായി ഈ സഹോദരൻ സംസാരിച്ചു. ഒരാളും വേണ്ട നടപടി എടുത്തില്ല. ഏത് സമസ്തയിൽപ്പെട്ട നിയമത്തിന്റെ മാറ്റി നിർത്തി മതം പഠിച്ച ആളുകൾ. ഈ ഒരു വിഷയമാണ് ഈ SKSF-ന്റെ ഭാരവാഹിത്വം വഹിക്കുന്ന സത്താർ പന്തല്ലൂരും നമ്മുടെ ഓണംപള്ളി മുഹമ്മദ് ഫൈസിയൊക്കെ പല സമയത്തായിട്ട് പല വീഡിയോയിൽ പറഞ്ഞത്. അതായത് SKSF ലീഡേഴ്സ് മീറ്റിലൊക്കെ തിരുരങ്ങാടി അതിലൊക്കെ വർഷങ്ങൾ മുൻപ് സമസ്തയിൽപ്പെട്ട SKSF-ന്റെ ആൾക്കാർ പോലും പറഞ്ഞിരിക്കുന്നു. ഈ വിഷയം ജിഫ്രി മുത്തുക്കോയ തങ്ങളുമായി വരെ സംസാരിച്ചിരിക്കുന്നു. കാരണം കള്ളം പറയേണ്ട ആവശ്യമില്ല, ഇതൊക്കെ സത്യമായ കാര്യങ്ങളാ. ഇതൊക്കെ അറിഞ്ഞിട്ടും പച്ചക്ക് ഈ കരിങ്കല്ലത്താണി മുതൽ ഈ അടുത്ത കാലത്ത് വരെ ഈ സമസ്തയിൽപ്പെട്ട ആളുകൾ ഈ ആഭാസന്റെ, ഈ പെണ്ണുപിടിയന്റെ, ഈ തട്ടിപ്പുകാരന്റെ വേദി പങ്കിടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഇവിടെ ആരെ പറഞ്ഞ കുരുത്തുകടട്ടുന്നാണ്? മതം പഠിച്ച ആളുകളാ. ഈ തട്ടിപ്പ് വീരന്റെ വീട് പാലുകാച്ചൽ ചടങ്ങിന് പങ്കെടുത്തതും സമസ്തയിലെ വലിയൊരു ഇതായിരുന്നു. സമസ്തയിൽക്ക് വയനാട് പുതുതന SYS യുവജന വിഭാഗം കൊടുത്ത സാജിദ് മൗലവിയും KK അൻവറും പിന്നെ ആരാണ് വേറൊരാളും കൂടെ, ഈ മൂന്നാൾ കൊടുത്ത പരാതി രേഖാമൂലമുള്ള പരാതിയാ. ആരാ കൊടുക്കുന്നത്? പുറമെ നിന്നല്ല. സമസ്തയിൽപ്പെട്ട സമസ്തയുടെ യുവജന വിഭാഗമായ SYS കൊടുത്ത പരാതി ഇന്നും പുറലോകം കണ്ടില്ല. അതിന് ആമിദ് എന്താ പറഞ്ഞത്? സമസ്തയിൽപ്പെട്ട പല ആളുകളും വന്നിരുന്നു. വന്നത് എവിടെ? ഇവന്റെ വീട്ടില്, ഇവന്റെ സൽക്കാരം കൂടാന്. അവിടെ അന്വേഷിച്ചാൽ എങ്ങനെ ഇവന്റെ സത്യങ്ങൾ അറിയില്ല. കാരണം ഇവന് കൊടക്കാട് പുതിയ താമസക്കാരനാണ്. ഇവൻ അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം പോകണം. ഈ കൊടുങ്ങല്ലൂരും ഈ വയനാടും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകണം. പിന്നെ ഇവന് ചികിത്സ പഠിച്ച PMS പൂക്കോയ തങ്ങളെ കഥ പറയുന്നുണ്ട്. അതും ഈ നാറ് ഇതിൽ പറയുന്നുണ്ട്. കുരുത്തും പൊരുത്തും കിട്ടാതെ അവിടുന്ന് തെറിച്ചു പോയി. പിന്നെ ഗുരുനാഥൻ മരിക്കുന്നതിന് 10 ദിവസം മുൻപ് ഈ നാറിനെ കാണാൻ ചെന്ന് നീ കൂലിപ്പണി ചെയ്യരുത്, നീ ഞാൻ പഠിപ്പിച്ച ചികിത്സ ഉണ്ടായി നടത്തണം എന്ന് പറഞ്ഞുതരാം. ഇവന്റെ വായിലൂടെ തന്നെ എല്ലാ കള്ളങ്ങളും ഇത്രയും പബ്ലിക്കായിട്ട് പുറത്ത് അറിഞ്ഞിരിക്കുന്നു. പക്ഷെ എന്നിട്ട് ഇവനെ സംരക്ഷിക്കുന്നു. ആളുകളെ കളിയാക്കാനാണല്ലോ SKSF ഇത് കൊടുത്തത്, ഇവന്റെ വേദികൾ പങ്കിടരുതെന്ന്. അപ്പൊ ആരെ വിഡികളാക്കുന്നു? എന്നിട്ട് ഇവന്റെ വേദി ആരാ പങ്കിട്ടത്? പണം ഉണ്ടെങ്കിലുണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ, അണിറോസിനെ വരെ ആത്മീയ നേതാവാക്കി വാഴ്ത്തുന്ന കാലാണ്. വാഴ്ത്തും. കാരണം ഇത്രയും നഗ്നമായിട്ടൊരു തട്ടിപ്പ്, മതവും നിയമവും ഒരുപോലെ. ഇതാരെ ഇത്താ? ഇതെന്റെ ഇത്താണോ? ഇതാരെ ഇത്താ നോക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ. പിന്നെ ഇരട്ടച്ചങ്ക മുഖ്യമന്ത്രി. പിന്നെ അയാളെ പറഞ്ഞിട്ടും കാര്യമില്ലേ? അയാൾ പണ്ടേ പറഞ്ഞിരിക്കുന്നത് എത്ര വലിയ ഇത് റോഡാണെങ്കിലും ഞാൻ അവിടെ യൂട്ടേൺ അടിക്കുന്നു. യൂട്ടേൺ ഇല്ലാത്ത റോഡാണെങ്കിലും എക്സ്പ്രസ് ഏത് വന്നു കഴിഞ്ഞാലും നമ്മളെ മുക്കി അവിടെ യൂട്ടേൺ അടിക്കും. അതുകൊണ്ടാണല്ലോ ഒരു നാണും മാനും ഇല്ലാതെ മൂട്ടിൽ ചെമ്പുള്ളവരെ പരാതി അതിവേഗത്തിൽ തീരുമാനാക്കിയത്. പാവപ്പെട്ടവരുടെ പരാതിക്ക് എന്താ? ഇവിടെ VS അച്യുതാനന്ദ അഭിപ്രായം പറഞ്ഞില്ലേ? സിന്ധു ജോയിൻ എന്താ വിളിച്ചത്? അഭിസാരിക എന്നാണ്. PC ജോർജ്. ചിന്താ ജയറാമിൻ എന്താ വിളിച്ചത്? ചിന്താ ജയറാമിന്റെ വായക്കുല എന്നാണ്. G സുധാകരൻ എന്താ പറഞ്ഞത്? ഭൂതന. പിന്നെ MM മണി പ്രിൻസിപ്പാളിന് എന്തായിരുന്നു? വാതിലടിച്ചിട്ടുണ്ട് എന്തായിരുന്നു? അപ്പൊ ഇതൊക്കെ പറഞ്ഞിട്ട് നടപടി എടുക്കാത്ത മുഖ്യനെ ഈ കുന്നും കുണ്ടിലുള്ളവർക്കും മറുപടി എടുക്കും. അതുപോലെ തന്നെ സമസ്തയും APEK എന്ന് പറഞ്ഞാണ്ട് തല്ലി. പിന്നെ അതിന്റെ ഇടയിൽ ഒരു മുജാഹിദും സ്വന്തം മതം തട്ടിപ്പ് നടത്താൻ വിട്ടുകൊടുക്കും ചെയ്യുന്നു. എത്ര കള്ളങ്ങൾ അറിയുന്ന ആറിന്റെ 1-2 ആണോ? അനേകായിരം കള്ളങ്ങൾ. ഇവിടെ പല പരാതികളും പോകുന്നുണ്ട്. പല യൂട്യൂബർമാരും ഇവന്റെ വീഡിയോ അവതരിപ്പിക്കും, നമുക്ക് കാണാം. പക്ഷെ 1, 2, 3 വീഡിയോയിൽ ഒതുങ്ങും. കാരണം എന്താ അറിയോ? കഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന പല ചാനലുകളും ആവും ഇവന് കോടികളാ കൊടുക്കുന്നത്. അവര് 3 വീഡിയോ അവതരിപ്പിച്ച് പിന്നെ ഉണ്ടാവില്ല, സംസാരം ഉണ്ടാവില്ല.
ഇവർക്കെതിരെ വിമർശനം കൊണ്ടുവന്ന പലവിധ ആളുകളും, അതിൽ ഇയാളുണ്ടല്ലോ എന്താണ് രവി ജംഗ്ഷനാ, മൂപ്പരത് മാത്രമുണ്ട് കണ്ടിന്യൂ ആയിട്ട് വരുന്നത്. ഇവർക്കെതിരെ വിമർശനം നടത്തിയ ആളുകളൊക്കെ വിമർശനം നിർത്തിയെന്ന്. കാരണം എന്താ അറിയോ, ഇവൻ കൊടുക്കുന്ന ലക്ഷങ്ങൾ തന്നെയാണ്. ആമിദ് എന്ന ഒന്നാന്തരം തട്ടിപ്പുകാരൻ കൊടുക്കുന്ന ലക്ഷങ്ങൾക്ക് മുൻപിൽ ഹൈദർ മധൂർ ആണെങ്കിലും ആരാണെങ്കിലും ഞാൻ പറയില്ല, പലരും പല രോഷമായിട്ട് പല സത്യങ്ങൾ അറിഞ്ഞിട്ടും പിന്നീട് ന്യൂട്രാവുന്ന ഒരു മാറ്ററാണ് നമ്മൾ കണ്ടത്. പല പരാതികളും എനിക്കെതിരെ പോയിട്ട് അത് കാര്യമായിട്ട് അന്വേഷിക്കുന്നില്ല. കാരണം എന്താണ്? സ്വാധീനം, പണത്തിന്റെ സ്വാധീനം. കാരണം വ്യാജ ചികിത്സ, ഇവൻ എന്നെ പറയുന്ന എനിക്കൊരു ചികിത്സ ഇതുമില്ല, കഴിവുമില്ല, എല്ലാം അറിഞ്ഞിട്ടു. ഇപ്പൊ വാങ്ങിയ 1 ഏക്കർ, അതിനു മുൻപ് വാങ്ങിയ 3.5 ഏക്കർ, ട്രാവൽസ് ഉണ്ട് ഇവർക്ക്, പിന്നെ 2-3 വീടുകൾ വാങ്ങിയെന്നല്ല. അതൊക്കെ ഇവൻ എന്നാ പറയുന്നത്, ഇവന്റെ കാര്യങ്ങളല്ല ഈ ആമിത. പിന്നെ വയനാട് ഇപ്പോഴും ഒരു പെണ്ണുണ്ട്, അത് അവൻ അംഗീകരിച്ചത് ഈ മറുനാടൻ മലയാളിയുമായുള്ള സംഭാഷണത്തിൽ കേൾക്കാം. 2 ഭാര്യയുള്ള ഇവൻ എന്നെ അംഗീകരിക്കുന്നുണ്ട് ഈ ആമിദ് നാറ്റക്കോയ. 3ാമത്തെ ഭാര്യയാണ് ഞാനിപ്പോ ഈ പറഞ്ഞ കൊടുങ്ങല്ലൂര്. പിന്നെ 4ാമത്തതാണ് ഹൈദർ കൊണ്ടുവന്ന വീഡിയോയില് ആ പെണ്ണിന്റെ സഹോദരൻ സംസാരിക്കുന്നുണ്ട്. അതുപോലെ പല സ്ഥലത്തും പെണ്ണുള്ള കാര്യം അറിയാം. ഈ കൊടുങ്ങല്ലൂരിലെ വിഷയം സമസ്തക്ക് വരെ അറിയുന്ന കാര്യമാണ്. ലാസ്റ്റ് ഒരു മാർഗമില്ല, കോടതി മുഖാന്തരം ആ ബന്ധം വേർപ്പെടുത്തേണ്ടി വന്നു. കോടതിയിൽ വരെ ആ വ്യക്തി ഈ ബന്ധം തകരാനുള്ള കാരണം ആരാന്ന് വളരെ വ്യക്തമായി കോടതിയിൽ വരെ പറഞ്ഞിരിക്കുന്നു, ഈ ആമിദ് നാറ്റക്കോയ എന്ന്. ആലോചിച്ച് വെക്കണം. പക്ഷെ ഒരു പ്രശ്നവുമില്ല, മതവും ഇല്ല, ഒരു നിയമങ്ങളും ഇല്ല ഈ ആഭാസന്റെ കള്ളക്കറാമത്തിന്. ഇവന് ഇന്നലെ മിനിഞ്ഞാന്ന് ചെയ്ത ലൈവിലൊക്കെ അടക്കം പറയുന്നുണ്ട്, എന്ത് എനിക്ക് സുഖമില്ല, എനിക്ക് വയ്യ. പല വീഡിയോയിലും ഇവൻ പറയുന്നുണ്ട് എനിക്ക് വയ്യ, ഷുഗറാണ്. ഒരു വീഡിയോയിൽ ഇവൻ എന്താ പറയുന്നത്, എല്ലാരും തേന് തുറന്നു വെക്കണം, എന്നിട്ട് കുടിക്കണം, മരണമല്ലാതെ എല്ലാ രോഗം മാറുന്നു. അതേ ആമിദ് നാറ്റക്കോയ പറയാ, എന്ത് എനിക്ക് ഷുഗർ ആണോന്ന് അറിയില്ല, കിഡ്നി പോയതാണോന്ന് അറിയില്ല, അവന്റെ ലിവർ പോയതാണോന്ന് അറിയില്ല. അപ്പൊ ആലോചിച്ച് നോക്കട്ടെ, എന്തോരം തട്ടിപ്പ്. ഇവിടെ അണികളെ നേർവഴിക്ക് നയിക്കേണ്ട സംഘടനകള്. ഇപ്പൊ ഞാന് പല ആളുകളുമായി എനിക്കതിന്റെ ഒരു പരാതി കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതും പാടെ കൊടുത്തിട്ട്, കാരണം രേഖാമൂലമുള്ളത് വേണമല്ലോ. സമസ്തയുമായി ബന്ധപ്പെട്ട പല ആളുകളും വിളിച്ചവൻ പറഞ്ഞ് മുഷവറക്ക് പരാതി കൊടുക്കണം എന്നാ. എന്നാല് ഈ ഭാര്യ നഷ്ടപ്പെട്ട സഹോദരൻ പല ആളുകൾക്കും പരാതി കൊടുത്ത സമസ്തന്റെ, അതവിടെ സമസ്തയിലെ വേണ്ടപ്പെട്ട ആളുകളുടെ ഭാഗത്ത് കിട്ടിയെന്നും ഈ സമസ്തയിൽ നിന്ന് തന്നെ വിവരം വന്നത്. പക്ഷെ അവിടെ സമസ്ത ഒരു നടപടി എടുത്തില്ല. ഇവനെ വളർത്തുന്നത് സമസ്തയെന്ന് ഒരു മടിയില്ല പറയാന്, ഒരു മടിയില്ല. ഈ ആഭാസനെ വളർത്തുന്നത് സമസ്തയാണ്. കാരണം എന്താ അറിയോ, ഇവനെ സഹായിക്കാന് കൊടക്കാട് കാളി ഇമ്പിച്ചു പോയ തങ്ങളെ പോലെയുള്ള ആളുകളുണ്ട്. പണം കിട്ടുമ്പോഴേ കൊടക്കാട് പള്ളിക്ക് 20 ലക്ഷം, അവിടെ വയ്യാത്രക്കാരെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ 5 ലക്ഷം, പനമ്പള്ളി മദ്രസക്ക്, പിന്നെ ഇവനെ വെളുപ്പിച്ച ഈ ദാറുൽ നജാദിന് യത്തീംഖാനക്കിന്റെ ഒരു പിരിവിന് 5 ലക്ഷത്തെ ഇവൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒന്നും ഈ രേഖകളൊന്നും ഇവന്റെ കാണൂല. പണം കൊണ്ട് ഇവനക്കെതിരെ ഉയരുന്ന, പിന്നെ ഈ 3.5 ഏക്കർ സ്ഥലത്തിന്റെ ഒരു 5 വീഡിയോസ് എങ്കിലും ഞാൻ കേൾപ്പിച്ചുതരാം. ഇവൻ പറയുന്നത് പ്രായമായ സ്ത്രീകളെ, അവരെ മക്കൾ ഒഴിവാക്കിയ സ്ത്രീകളെ നോക്കാനുള്ളതാണ് അവിടെന്ന്. ആ വീഡിയോസിൽ തന്നെ ഇവൻ പറയുന്നത് ഇവന്റെ വലിയൊരു തുക ആ 3.5 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട് എന്ന്. അതേ ഇവൻ തന്നെ പറയുന്നത് ആ സ്ഥലം വാങ്ങിയിൽ കട ഉണ്ട്. അതേ ഈ ആമിദ് നാറ്റക്കോയ എന്ന തെമ്മാടി പറയാ കല്യാണം കഴിഞ്ഞതിൽ 1.5 കോടി ബാക്കി, അത് വെച്ചിട്ടാണ് സ്ഥലം വാങ്ങിയത്. ആലോചിച്ച് നോക്കണം. ഈ വാങ്ങിയ 1 ഏക്കർ സ്ഥലത്തിന് 2 കോടി രൂപയാണ്. ആ വാങ്ങിയ സ്ഥലം യത്തീം കുട്ടികൾക്കെല്ലാന്നും ഈ നാറ്റക്കോയ പറയുന്നത്. അപ്പൊ അത് തെറ്റാണ്. കാരണം എന്താണ്, ഇതൊരു ട്രസ്റ്റാണ്, ഇത് രജിസ്റ്റർ ചെയ്ത ട്രസ്റ്റാണ് എന്നുള്ളത് 2022 നവംബർ 6 പീപ്പിൾ വോയിസ് കേരള അൽബാബുവിന് കൊടുത്ത വീഡിയോസിലും പറയുന്നുണ്ട്. 2022 ഡിസംബർ 18 മറുനാടൻ മലയാളിക്ക് കൊടുത്തിലും പറയുന്നുണ്ട് നൂറൽ ഹബീബ് ഒരു ട്രസ്റ്റാണ് എന്ന്. എങ്കിൽ ഗവൺമെന്റ് നിയമ സംവിധാനങ്ങളെ ഈ ട്രസ്റ്റിൽ വരുന്ന പണത്തിന് നിങ്ങൾ ഓഡിറ്റിംഗ് നടത്തുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പരസ്യമായിട്ട് തട്ടിപ്പല്ല ഈ തെമ്മാടി നടത്തുന്നത്. ഒന്നാന്തരം തെമ്മാടി, പെണ്ണുപിടിയന്. എന്നിട്ട് ഈ മതനേതാക്കള് ഒരു കരിങ്കലത്താടി കഴിഞ്ഞ് ഒരു നാണും മാനുമില്ലാതെ ഇപ്പോഴും പള്ളി മദ്രസകൾ ഉണ്ടാക്കാന് ഈ പെൺപിടിയനായ ഈ കള്ളത്തങ്ങളെന്ന ആഭാസന കൊണ്ടുവരുന്നതിനെക്കാട്ടി നല്ലത് പിള്ളേരും മദ്രസയിലും പഠിക്കാൻ എളുപ്പത്തിൽ വരും. കാരണം എന്താ അറിയോ, നിങ്ങള് അണിറോസിനെ കൊടുന്നോടി, മദ്രസയ്ക്ക് പിള്ളേരും കിട്ടും, പിരിവും കിട്ടും. പിള്ളേരും ഒരൊറ്റ ദിവസം മദ്രസ മുടക്കൂല്ല.
പീഡനങ്ങളും ഉണ്ടാവില്ല, ഉസ്താദ് കുട്ടികളെ പീഡിപ്പിച്ചെന്നുള്ളത് ഉണ്ടാവില്ല. അപ്പൊ ഇത്ര നെറികേട് കണ്ടിട്ട്, ഇത്ര ആഭാസത്തരത്തിന് ഏത് വലിയ സമസ്തന്റെ ആളാണേലും ഇവിടെ നിങ്ങൾ മൗനം പോലെ പടച്ച റബ്ബിന്റെ മുൻപിലുണ്ടല്ലോ, നിസ്കാരത്തായം വന്ന ഉസ്താക്കന്മാരെ നിങ്ങളോടാ പറയുന്നത്, പടച്ച റബ്ബിന്റെ മുൻപിൽ ഉത്തരം പറയേണ്ടി വരും. ഇവിടെ പല ആളുകളും നമ്മളെ ജെവി ജംഗ്ഷൻ അടക്കം മൂപ്പര് അറിഞ്ഞില്ലായിരുന്നു എന്നാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇരിക്കുന്ന വേദിയിൽ ഈ ആഭാസൻ ആമിദ് കയറി വന്നാന്ന് പച്ചക്കള്ളം തെളിവ് സഹിതം കൊടക്കാട് കാലിയായ ഇമ്പിച്ചുകോയ തങ്ങളുടെ വോയിസിലൂടെ ഞാൻ തെളിയിക്കും. സമസ്തക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഇമ്പിച്ചുകോയ തങ്ങൾ എന്നോട് പറഞ്ഞതാ, എന്നോട് പറഞ്ഞ വോയിസാണ്. ഈ ആമിദ് നാറ്റക്കോയനെ വേദിയിലേക്ക് വിളിച്ചപ്പോൾ, ആ ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ ഇമ്പിച്ചുകോയ തങ്ങൾ സംശയം വരെ പ്രകടിപ്പിച്ചു ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുക്കോ ഇല്ല എന്നുള്ളത്. അതാണ് ഈ സമസ്തക്കാർ ഇവിടെ ന്യായീകരിക്കുന്നത്. അറിയാതെ തെരുവുനായ വന്ന് കയറിയിരുന്നെന്ന് അപ്പൊ കൊടക്കാട് കാവി വെള്ളം പറയുന്ന ഈ ഇമ്പിച്ചുകോയ തങ്ങളെ ഒരു കുടുംബം എന്ന് പറയുന്നുണ്ട് ആമിദ് നാറ്റക്കോയ. എങ്കിൽ പിന്നെ ഇവന്റെ കുടുംബ പാരമ്പര്യം കണ്ടുപിടിക്കാൻ ഇത്ര ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടോ? കൊടക്കാട് കാവി ഇമ്പിച്ചുകോയ തങ്ങളുടെ വകയിലൊരു കുടുംബമാണ് ഇവന്റെ ഉമ്മ. എങ്കിലാണെങ്കിൽ ആ സ്ത്രീ ആർക്കാണ് കെട്ടിച്ചു കൊടുത്തതെന്ന് ഇവിടെ അറിയാഞ്ഞിട്ടാ. ഇനി ഇവൻ കുറച്ച് കഴിഞ്ഞാൽ ഈ ജമലലി പട്ടും വാങ്ങും കോടികൾ കൊടുത്തിട്ട്, അതും ഇവൻ വാങ്ങും. കാരണം ഇന്ന് ഈ ആഭാസൻ ഇപ്പൊ അവൻ കൊടക്കാട് പ്രൊഫൈൽ പിക്ചറിൽ കൊടക്കാട് പിരിവ് എന്ന് അറിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നമ്പറാണ്. മതം പഠിച്ച ആളുകളാണ്, അറിവുള്ള ആളുകളാണ്, എല്ലാ ആഭാസ തരത്തിനും കൂട്ടിക്കുന്നത്. എന്നിട്ട് പറയുമ്പോ കുറച്ച് സൗഹൃദങ്ങളായാലും പറയും നേതാക്കന്മാരെ പറഞ്ഞ കുരുത്തക്കടാട്ടുന്നു. ഈ തെമ്മാടിനെ പൂവിടുന്ന ആളുകളെ ആ തെമ്മാടിത്തരം അംഗീകരിച്ചു കൊടുക്കാനോ? ഒന്നാന്തരം തട്ടിപ്പുകാരൻ, ഒന്നാന്തരം പെൺപിടിയൻ ആമിദ്. ഗവൺമെന്റ് സംവിധാനങ്ങളാണെങ്കിൽ അടക്കം ചെയ്ത കാര്യങ്ങള് നമ്മൾ വാപ്പപ്പാനത്തൊക്കെ ഒരുപാട് ആളുകൾ വരും. അതൊരു വിശ്വാസമാണ്, അതല്ലാതെ നമ്മള് മന്ത്രവാദങ്ങളൊന്നും ഇല്ല, നമ്മള് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, മന്ത്രവാദങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ആരെങ്കിലും എന്തെങ്കിലും വന്നാൽ ഇത് ചെയ്തോ എന്ന് നമ്മൾ അവിടെ പറയും. നേരത്തെ ഞാൻ നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഒരാൾ നിങ്ങളടുത്ത് കാണാൻ വേണ്ടി വരികയാണ്. അപ്പൊ നിങ്ങൾ അസർ നിസ്കാരം 33 എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ അതെന്താണ് അങ്ങനെ ഒരു അയാൾക്ക് എന്തായിരുന്നു പ്രയാസം? ഒരുപാട് മാനസിക വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അങ്ങനത്തെ ആളുകളാണ്. ഇപ്പൊ നമ്മൾ ഒരു രോഗം വന്നു, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, നമുക്ക് എന്ത് വിഷയങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡോക്ടർമാർക്കാണ്. അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെല്ലേണ്ടതും നമ്മൾ സമീപിക്കുന്നതും ഡോക്ടർമാർക്ക്. അപ്പൊ ഡോക്ടർമാർക്ക് അവർ പോയി ഒരു മരുന്ന് പിടിക്കുന്നുണ്ടാവും. അതിന്റെ കൂടെ പല ഡോക്ടർമാരും പറയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അത് മിക്ക ഡോക്ടർമാരും എന്ത് ചെയ്യും, പല ആളുകളോട് പറയാറുണ്ട്. അപ്പൊ ഒരു തങ്ങളെന്നാവുമ്പോ അതൊരു പദവിയുണ്ട്, അതായത് പദവിയുണ്ട്. തങ്ങന്മാരറിയുമ്പോ ഒരു കുടുംബ പരമ്പരയാണ്. അപ്പൊ അവരെ നാവിന് എന്തുണ്ട്, ഒരു അസറുണ്ട് എന്ന് വിശ്വാസം പണ്ട് കാലം മുതലേ നമ്മളെ നാട്ടില് ഉള്ളതാണ്. അപ്പൊ അവര് വരുമ്പോ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോ അവർക്കൊരു ആശ്വാസമാണ്, അത് മാത്രമാണ്. പിന്നെ അവരെ കുടിക്കുന്ന മരുന്നിനാണെന്ത് അവരുടെ ചികിത്സക്കുള്ള മരുന്ന് നടത്തിക്കൊള്ളും. അവർക്ക് മാനസികമായിട്ടുള്ള ഒരു ആശ്വാസമാണ് നമ്മൾ നൽകുന്നത്. അതൊക്കെ ചികിത്സയല്ല. പിന്നെ നമ്മളൊരു ഈ നാറി പറയുന്ന നോക്കിയാട്ടെ, ഞാൻ ചികിത്സ അല്ല നൽകുന്നത്, മാനസികമായിട്ടുള്ള ഒരു ആശ്വാസമാണ് നൽകുന്നതെന്ന്. ഇതേ പൂമോന പറയുന്നത് 20 വർഷമായിട്ട് ഞാൻ ചികിത്സ ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഇവനക്ക് എത്ര തന്ത? ഇപ്പൊ ഓൾറെഡി നമ്മൾ കേട്ടിരിക്കുന്നത് 2 തന്ത. ഒന്ന് 10-ാം വയസ്സിൽ മരിച്ച തന്തയും ഒന്ന് 13-ാം വയസ്സിൽ മരിച്ച തന്തയും. മൂന്നാമത് ഈ 2 തന്തമാര് മരിക്കുന്നതിന് മുൻപ് യത്തീമായതും. ഓക്കെ, ഈ നാറിയാണ് ഇപ്പൊ ഇതിൽ പറയുന്നത് ചികിത്സ അല്ല ഞാൻ ചെയ്യുന്നത്, മാനസികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുക്കണെന്ന്. അപ്പൊ ഇവൻ വ്യാജ ചികിത്സ എന്ന് പറഞ്ഞ് ആ നോട്ടീസ് അടിച്ചിട്ട് നടത്തിയ തട്ടിപ്പല്ലേ വ്യാജ ചികിത്സ. അതിനെതിരെ നടപടി എടുക്കാൻ പറ്റുന്നുണ്ടോ? പറ്റൂല. പിന്നെ നമ്മളൊരു ഒരു നാട്ടുവൈദ്യ വാപ്പാന്റെ കാലത്ത് മരുന്നിന്റെ പച്ചമരുന്നിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മളിട്ടുണ്ട്. വിവാദങ്ങൾ വന്നു സ്വന്തം വാപ്പാന്റെ അഡ്രസ് അറിയാത്ത ഈ നാറിയ പറയുന്നത് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. എടാ, സ്വന്തം ജനന സർട്ടിഫിക്കറ്റ് ആദ്യം പബ്ലിക്കിൽ വിട്. ഓക്കെ, നിന്റെ വാപ്പാന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവൂലേ? നിന്റെ വാപ്പ എന്താ ആകാശത്ത് നിന്ന് പൊട്ടി മുളച്ചതോ? ഒരു രേഖ ഇതൊന്നും ഇല്ലാതെ
അതില്ലാത്ത നിനക്ക് സ്വന്തം വാപ്പാന്റെ അഡ്രസ്സ് തെളിയിക്കാൻ പറ്റാത്ത ഈ നാറ്റക്കോയ പറയുന്നത് ഇവന്റെ വാപ്പാന്റെ കാലത്തുള്ള ചികിത്സന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് എനിക്ക്. ഓക്കെ, എങ്കിലും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആമിത് നാറ്റക്കോയ എന്ന തെമ്മാടിയെ, നിന്റെ വാപ്പ ചികിത്സകനാണ്, പള്ളി സെക്രട്ടറിയാണ്. നിന്നെ വിളിപ്പിച്ച പള്ളി സെക്രട്ടറി പറയുന്നുണ്ട് ഇപ്പോഴും 15 ഏക്കർ സ്ഥലം നിനക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. നീ പറയുന്നേ നിന്റെ വാപ്പ ചികിത്സകനായിരുന്നു, സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന്. പിന്നെ എന്തിനാണ് മാറിയ നീ ബസ് സ്റ്റോപ്പിലും പട്ടിണിയായിട്ടും കിടന്നത് ആറ്റപ്പൂമോനെ? ഈ ചികിത്സ നടത്തുന്ന 2-3 കൊടക്കാടും ആനമൂളിയും കുതിരമൂളിയും അല്ലേ ഈ പറഞ്ഞ എല്ലാ മേഖലയിലെ പല ഇതിന്റെയും സെക്രട്ടറിയും പ്രസിഡന്റായ നീ വാപ്പ മരിക്കുന്നതിന് മുൻപ് എന്തിനാടാ യത്തീമാന്ന് പറഞ്ഞിട്ട് യത്തീങ്ങാനെ ചേർന്ന് നാറിയ? അപ്പൊ നിന്റെ കള്ളങ്ങൾ നിന്റെ വായക്കൂടി തന്നെ ഉണ്ട്. അതിന്റെ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മളിട്ടുണ്ട്. വിവാദങ്ങൾ വന്നപ്പോ ഒരുപാട് ആരോപണങ്ങളും ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വിഷമങ്ങളൊന്നും തങ്ങളെ എല്ലാ ചോദ്യങ്ങളും ചോദിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നും മറച്ചു പിടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ചില ചോദ്യങ്ങൾ അനിഷ്ടങ്ങൾ ഉണ്ടാവാം, ചില ചോദ്യങ്ങൾ താങ്കൾക്ക് വിഷമങ്ങൾ ഉണ്ടാക്കാം എന്നെനിക്ക് തോന്നുന്നു. അതായത് ഈ ഒരു ആത്മീയമായ ഒരു പരിവേഷം ലഭിക്കുന്നതിന് മുമ്പ് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ട ചില കാര്യങ്ങൾ, അതായത് നിങ്ങൾ ആദ്യം ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു, രണ്ടാമത് നിങ്ങൾ ബോംബെയിൽ ഒരു ഹോട്ടലിലോ അങ്ങനെ എന്തോ ഒരു ജോലി ഒരു ക്ലാസ് ഒക്കെ വെച്ചുള്ള ഒരു ഫോട്ടോസ് കാണുന്നുണ്ട്, മൂന്നാമത് നിങ്ങൾ നിരവധി സ്ഥലങ്ങളിൽ നിന്നും കല്യാണം കഴിച്ചിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങൾ. ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എന്താണ്? ചോദിക്കണം. ഇങ്ങനത്തെ ചോദ്യങ്ങൾ ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരങ്ങളുമാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾ വളരെ കറക്റ്റാണ്. ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത എന്തുണ്ട്? എനിക്കുണ്ട് അല്ലേ? ഒരുപാട് ആളുകൾ എന്നോട് ഇന്റർവ്യൂ ചോദിച്ചിട്ട് ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ഒരുപാട് ചാനലിന്റെ അടുത്ത് വന്നതാണ്. നിങ്ങൾക്കാണ് ഞാൻ ഫസ്റ്റ് ഞാൻ തരുന്നത്. നിങ്ങൾ ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഒരുപാട് കല്യാണം കഴിച്ചു എന്നുള്ളതാണ്. എനിക്കറിയില്ല, അത് ആർക്കും നമ്മളത് ഞാനൊരു വ്യക്തി, നിങ്ങളെ കാസർഗോഡുള്ള ഒരാളാണ് ഫസ്റ്റ് ആദ്യമായിക്കൊണ്ട് ഈ ഒരു വിഷയം പുറത്ത് കൊണ്ടുവരുന്നത്. ഞാൻ ചോദിക്കുന്നത്, എത്ര ഭാര്യമാരുണ്ട്? 2 ഭാര്യമാര്. ആദ്യം തൊട്ട് കണ്ടോ, 2 ഭാര്യമാരെ ഈ ആമിത് നാറ്റക്കോയ അംഗീകരിച്ചിരിക്കുന്നു. അത് ഒന്ന് വയനാട് ജില്ലയിലെ അച്ചൂര് എന്ന് പറഞ്ഞ സ്ഥലത്ത് 19ാമത് വയസ്സ് മുതൽ ഫാക്ടറിയിലും പോത്ത് വളർത്തലും എല്ലാ കുരുത്തക്കെടിന്റെ ഇവന്റെ ഹെഡ് ഓഫീസായിരുന്നു. അതിൽ മക്കളുണ്ട്. ആ ബന്ധം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഭാര്യനെയാണ് ഒന്നിവൻ കൂട്ടിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഈ 2 അല്ലാതെ 3ാമത്തതാണ് ഇവന് കയ്യിലാക്കി വെച്ചത് കൊടുങ്ങല്ലൂര്. അത് കഴിഞ്ഞ് നമ്മളെ ഹൈദറിന്റെ വീഡിയോയില് ഒരു സഹോദരൻ വന്ന പെണ്ണിന്റെ സഹോദരൻ വന്ന് സംസാരിക്കണ്ടല്ലോ, അവനെ മാലക്കള്ള എന്താ ചെയ്മോഷണത്തിലെ പ്രതിന്നൊക്കെയാണ് ഈ നാറ്റക്കോയ പറയുന്നത്. ഇവ ഒന്നാന്തര കോയി. അതിങ്ങി ആ മുസ്തഫന്റെ ഭാര്യയൊക്കെ വിളിച്ചൊരു കഥ ഉണ്ട്. അത് കുറച്ചെങ്കിലും ചോറ് തിന്നുന്നവർക്ക് ഞാൻ പറയില്ലേ, ഇവൻക്കെതിരെയുള്ള സാക്ഷി ഇവൻ തന്നെയാണ്. ഒരു ക്രിമിനൽ വക്കീലൊന്നും വേണ്ട, 1/2 മണിക്കൂർ എന്റെ മുന്നിൽ കൊണ്ടുപോവാ. ഇവന്റെ നാവിലൂടെ തന്നെ ഞാൻ ഇവൻ പറയുന്ന സത്യങ്ങളും കള്ളങ്ങളും ഞാൻ കൊണ്ടുതരാം. ഇവനെ മുസ്തഫന്റെ ഭാര്യയൊക്കെ വിളിച്ച് പിന്നീട് മാറ്റി പറയുന്ന വോയിസ് ഉണ്ടല്ലോ, മാറ്റി പറഞ്ഞാലും കള്ളം പറഞ്ഞത് എന്നും അത് എത്ര ഇട്ട് വെഴിയാലും അത് കള്ളാവുള്ളൂ. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ആ ഒരു ഗൾഫുകാരന്റെ ഭാര്യക്ക് ഫോൺ വിളിച്ച സംഭാഷണത്തിലെ ഈ ആമിത് നാറ്റക്കോയ പറഞ്ഞത് പച്ച കള്ള എന്നുള്ളത് അതും ഞാൻ ഇതാക്കി തരാം. ഇങ്ങനെ ഒരു സ്ത്രീലടമ്പൻ തെമ്മാടി ആദ്യം തൊട്ടും ഇതുവരെ 2 പേരും ഒപ്പമുണ്ടോ? രണ്ട് സ്ഥലത്താണ്. അല്ല, 2 പേരും ഭാര്യമാരായിട്ട് അതില് ഒരു ഭാര്യയുമായിട്ട് കുറച്ച് അകൽച്ചുണ്ടായിരുന്നു. 17 കൊല്ലം അൽഹംദുലില്ലാ പടച്ചോന്റെ ബർക്കത്ത് കൊണ്ട് അത് വീണ്ടും നമ്മൾ റാഹത്തായി മുന്നോട്ട് പോകുന്നു. അതുപോലെ എന്റെ കൂടെയുണ്ട്. ഇവിടെയുണ്ട്. അപ്പോ ഈ നേരത്തെ പറഞ്ഞ നിങ്ങൾ ഞാൻ പറഞ്ഞ ആത്മീയതയിലേക്ക് കയറുന്നതിന് മുമ്പുണ്ടായ ഒരു കാലഘട്ടം, അതായത് ഓട്ടോ ഡ്രൈവർ, പിന്നെ അതുപോലെ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ബോംബെയിൽ എവിടെയോ ഉള്ള ഒരു ഫോട്ടോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, അതെന്താണ് അതിന്റെ വാസ്തവം? ഒരിക്കലും ഓട്ടോ ഓടിച്ചിട്ടില്ല. അത്
ആരാ അതങ്ങനെ ഓടിക്കണോ നോക്കിയാൽ ഓടിക്കാൻ പറ്റുമോ? അത് ആരാ പറഞ്ഞാൽ അവർ തന്നെ നമ്മൾ വെല്ലുവിളിക്കും. തെളിയിക്കട്ടെ. ഒന്ന്, ഞാൻ 14 കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞു. ഞാൻ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ വെല്ലുവിളിച്ചു. ഉത്തരല്ല. ഞാൻ ഇതൊക്കെ പിന്നെ നമ്മൾ തകർക്കാൻ വേണ്ടി. ഈ ബോംബെയിൽ നിങ്ങൾ ബോംബെയിൽ ഞാൻ ജോലി ചെയ്തിട്ടില്ല. ഞാൻ ബോംബെയിൽ 2 മാസം ഉണ്ടായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പീവണ്ടി, കല്യാണി സ്ഥലത്ത് പീവണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഒരു 2 മാസത്തോളം ജോലി ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഞാൻ പിന്നെ അവിടെ അങ്ങോട്ട് ഞാൻ ഒരു സ്ഥലത്ത് കണ്ടിട്ടില്ല. അത് ഞാൻ വെല്ലുവിളിക്കാണ്. ഇത് വേറെ ഏതെങ്കിലും ജോലിയിൽ ഉണ്ടായിരുന്നോ? അതല്ലാതെ ഞങ്ങളോടൊപ്പം ഞാനൊരു പിന്നെ ഒരു 18 വയസ്സ്, ഒരു 19 വയസ്സ്, 20 വയസ്സുള്ള സമയത്ത് അതുവരെ ഞാൻ വയനാട് ജില്ലയിലെ പൊടുതന പഞ്ചായത്തിലെ അച്ചൂരി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ കുറച്ച് ഫാക്ടറിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അതും കുറച്ച്. അതല്ലാതെ ഞാൻ അതിനൊരു കാരണമുണ്ട്. ഞാൻ എന്നെ ചികിത്സ പഠിപ്പിച്ച ഒരു ഉസ്താദ്, ഒരു തങ്ങളുണ്ട്. ആ മഹാന് അന്ത്യവിശ്രമം കൊള്ളുന്നത് പിന്നെ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി പന്തലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മള് ഈ പിന്നെ കുരുത്തം പൊരുത്തം എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അപ്പൊ നമ്മള് മൂപ്പറിൽ നിന്ന് ചികിത്സ പഠിച്ചു. I'm near. Only 2 minutes. Okay, I'm near now. 1 minute I will be there. അപ്പൊ നമ്മള് മൂപ്പറിൽ നിന്ന് ചികിത്സ പഠിച്ചു. ചെറിയ അഭിപ്രായ വ്യത്യാസം കൊണ്ട് ഞാൻ എന്തായി, അവരിൽ നിന്ന് മാറി നിന്നു. ആ മാറി നിന്ന സമയത്ത് ആ പഠിപ്പിച്ച ഉസ്താദിൽ നിന്ന് ഗുരുത്വവും പൊരുത്തവും കിട്ടാത്തതിന്റെ കാരണം കൊണ്ടാണ് ജോലിക്ക് പോയത്. അതിനുശേഷം എൻ്റെ ഉസ്താദ് PMS പൂക്കോയത്തങ്ങളാണ് മഞ്ചേരി പന്തല്ലൂര് മരണപ്പെടുന്നതിൻ്റെ ഒരു 15 ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നു. 15 ദിവസം മുമ്പ് എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതൊന്നും കൂലിപ്പണിക്ക് പോവാൻ ഉള്ളതല്ല. അതുകൊണ്ട് കാക്കാൻ്റെ കുട്ടി കൂലിപ്പണിക്ക് പോകാതെ ഞാൻ പഠിപ്പിച്ചു തന്നതുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാൻ കൂലിപ്പണിക്ക് പോയിട്ടില്ല. അതും നമ്മൾ ഇങ്ങനത്തെ അവര് പഠിപ്പിച്ചെന്ന് തന്നത്, നമ്മൾ അവരുടെ നാവിലൂടെ എന്തെങ്കിലും കിട്ടിയാലും നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അതിന് പ്രതിഫലം ഉണ്ടാകുമല്ലോ. അപ്പൊ ആ ഉസ്താദിന്റെ കിട്ടോളം നമ്മൾ വെയിറ്റ് ചെയ്യും. ഈ താങ്കൾക്കെതിരെ ഇതുപോലുള്ള ഇപ്പൊ നിങ്ങൾ കേട്ട വോയിസ് നിങ്ങൾക്ക് ശരിക്കും ക്ലിയർ കിട്ടിയിട്ടുണ്ടാവില്ല, കാരണം ഞാൻ കുറച്ച് തിരക്കിലാണ്. ആ ഒരു വോയിസ് തന്നെ, അതായത് ഇവർക്ക് കുരുത്തും പൊരുത്തും ചികിത്സയും മഞ്ചേരിയും PMS പൂക്കോയത്തങ്ങളും മരിക്കുന്നതിന് മുൻപും 2 പ്രാവശ്യം തുടരെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലും കുറച്ച് കള്ളങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അതിന് വേറെയും വീഡിയോ ഉണ്ട്. അതായത് ഈ ആമീദ് പറയുന്ന വേറെയും കള്ളങ്ങളുണ്ട്. അപ്പൊ ഇവന് ഒന്നാന്തരം തട്ടിപ്പുകാരനാണ്. അതിന് സാക്ഷി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആമീദ് തന്നെയാണ്. ഇവൻ പറയുന്ന കള്ളങ്ങൾ തന്നെയാണ്. ഇവന് എങ്ങനെയാണ് കൂലിപ്പണിക്ക് പോയതും ആ കാര്യം പറയുന്നതും ഒക്കെ. നിരന്തരം കള്ളങ്ങൾ. മോശമായ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോൾ താങ്കളുടെ സമുദായത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ താങ്കളുടെ നേതൃത്വ നിലയിലുള്ള ചില പണ്ഡിതന്മാർ ഒരുവേള കൈവിട്ടു എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ വന്നിട്ടുണ്ട്. താങ്കളെ പരിഹസിക്കുക എന്ന രീതിയിൽ കൂടിയുള്ള പ്രസ്താവനകൾ താങ്കളുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും ആ രീതിയിലാണെന്ന രീതിയിലുള്ള പ്രസ്താവന വന്നിരുന്നു. പിന്നീടാണെങ്കിൽ ഇവരായിട്ട് ഒന്നും മിണ്ടുന്നുമില്ല. 1-2 പ്രസ്താവനകളിൽ മിണ്ടൂല. പിന്നല്ല ഗാന്ധിതല ഈ ഒരു കാര്യങ്ങൾ ഇവർ മിണ്ടുന്നുമില്ല. അതെങ്ങനെ സാധിച്ചു? അല്ലെങ്കിൽ നിങ്ങളായിട്ട് നിങ്ങൾ ടൈപ്പായോ? ഇല്ല, ഒരിക്കലും സമസ്ത എന്ന് പറഞ്ഞാല് അത് ടൈപ്പാകേണ്ട ഒരു പ്രസ്ഥാനമല്ല. സമസ്ത പിന്നെ ഒരിക്കലും ഒരു പിന്നെ മോശമായ കാര്യത്തിൽ എന്താവില്ല, സമസ്ത കൂട്ടുനിൽക്കൂല. പൊടുതന പഞ്ചായത്തിൽ നിന്ന് സമസ്തയെ കുറിച്ചുള്ള ആളുകള്, എന്നോട് അഭിപ്രായ വ്യത്യാസമുള്ള കുറച്ച് ആളുകള് സമസ്തക്കൊരു എഴുത്ത് കൊടുത്തു. ഇവരുമായിട്ടൊന്നും ഞാനൊരു ബന്ധമില്ല. എടാ ആമിദേ, നിന്നോട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് ആ എഴുത്ത് കൊടുത്ത ആളുകൾ ആരാണ്?
SYS യുവജന വിഭാഗം, സാജിദ് മൗലവി, KK അൻവർ, പിന്നെ ഒരാളും പാടെ. ഈ 3 ആളുകളാണ് സമസ്തക്ക് പരാതി കൊടുത്ത്. SYS യുവജന വിഭാഗം. ഓക്കെ, ആ കൊടുത്ത പരാതി ടൈറ്റാനിക് മുങ്ങിയതുപോലെയാണ്. അന്വേഷിക്കാൻ ചെന്നത് എവിടേക്കാ? മേലെ കൊടക്കാട് ഈ ആഭാസന്റെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഇവന്റെ കഥകൾ അറിയല്? അവിടെ അവൻ പുതിയ താമസക്കാരനാണല്ലോ. ഇവന്റെ വീട്ടിൽ നിന്ന് ഇവൻ നല്ല പോത്ത് വരട്ടിയതും ചോറും കൊടുത്ത് തിന്നുപോയിണ്ടാവും. വേറൊന്നും അതിൽ സംഭവിക്കാനും പോണില്ല. ഞാനൊരു ബന്ധമില്ല. എന്നെ പോലെ ചികിത്സ ചെയ്യുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട്. ആ കൂട്ടത്തില് അതായത് നിങ്ങളെ പോലെ തന്നെ ചികിത്സ നടത്തുന്ന ആൾക്കാർ അതിലുണ്ട്. ആ കൂട്ടത്തിലുണ്ട്. എനിക്കെതിരെ പിന്നെ സമസ്തക്ക് മൊഴി കൊടുത്തത് പ്രൊഫഷണൽ ജലസിയാണോ? അപ്പോ ഈ ചികിത്സ ചെയ്യുന്ന ആളുകളുണ്ട്. സ്വാഭാവികമായിട്ട് ഞാനൊന്ന് ഉയർന്നു വന്നു. അവിടെ ഞാൻ ആത്മീയ മജ്‌ലിസുകൾ നടത്താറുണ്ട്. ഒരുപാട് ആളുകൾ വരാറുണ്ട്. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അസൂയ അവർക്കും ഉണ്ടായി. അവര് സമസ്തക്ക് എഴുത്ത് കൊടുത്തു. സമസ്ത അവരെ വിളിച്ചു, എന്നെ വിളിച്ചു. എനിക്ക് അവർക്കൊക്കെ വേണ്ട നിർദ്ദേശങ്ങൾ തന്നു. പക്ഷെ സമസ്ത ഒരു പ്രഖ്യാപനം നടത്തുന്നതിന്റെ മുമ്പ് എന്റെ എടുത്തുചാട്ടമുണ്ട്. ഞാൻ ഒന്നാണ് പ്രസ്താവനകൾ നടത്തി. അത് എനിക്ക് തന്നെ ദോഷം ഉള്ളത് പറയുന്നത്. നമ്മൾ പറയുമ്പോ എന്ത് ചെയ്യണം? ഒരിക്കലും സമസ്ത ഇപ്പോഴും എനിക്കെതിരല്ല. സമസ്ത എതിരല്ല. ബഹുമാനപ്പെട്ട അവര് സമസ്തയുടെ ഒരാളും എന്തില്ല എതിരായിട്ട് എന്നോട് ഇതുവരെ എന്നെ പലവട്ടം ചർച്ചയൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്നോട് എതിരായിട്ട് പറഞ്ഞിട്ടില്ല. ഞാൻ ആ സമസ്തക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആ സമസ്തയിലുള്ള ഒരു സ്ഥാപനത്തിൽ പഠിച്ച് വളർന്ന ഒരു ആളാണ്. അതുകൊണ്ട് തന്നെ ആദ്യഘട്ടത്തിലുണ്ടായ ഈ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. എന്നിരുന്നാലും എല്ലാവർക്കും സത്യം മനസ്സിലായി തുടങ്ങി. സത്യങ്ങള് ഒരുപാട് എന്നെ തകർക്കാൻ വന്ന ആളുകള് എന്റെ ഞാൻ പറയാത്തത് യൂട്യൂബിൽ കട്ട് ചെയ്ത് അവര് ചിരിക്കാൻ വേണ്ടി അവര് പലതും പ്രചരിപ്പിച്ചു. എനിക്ക് വലിയ അറിവൊന്നുമില്ല. ഞാൻ വലിയ പഠിച്ച ആളൊന്നുമല്ല. ആത്മീയപരമായിട്ട് ഞാൻ വലിയ അറിവുള്ള ഒരു വ്യക്തിയല്ല. ഇന്നും നമ്മൾ ഒരു വിദ്യാർത്ഥി തന്നെയാണ്. നമുക്ക് 40-41 വയസ്സ് പ്രായമായി. എവിടെയും ഞാൻ വലിയ ആളാണ്, എനിക്ക് വലിയ കറാമത്തുണ്ട്, ഞാൻ വലിയ പഠിപ്പ് പഠിച്ചിട്ടുണ്ടെന്ന് എവിടെയും ഞാൻ പറഞ്ഞിട്ടില്ല. ആർക്കും തെളിയിക്കാനും അത് സാധിക്കില്ല. എപ്പോഴും തന്നെ ഞാൻ ഒരു വളരെ ചെറിയ ദർശനമൊക്കെ പഠിച്ചിട്ടുള്ളൂ. എല്ലാ അറിവ് വെച്ചിട്ടാണ് ഞാനിത് ഓൺലൈനിൽ തുടങ്ങി. ദൈവം പഠിച്ചവന് ഓരോരുത്തർക്ക് ഓരോരോ സമയം കൊടുക്കുന്ന കൂട്ടത്തിൽ എന്റെ സമയമായിരുന്നു. ഞാനത് അടിച്ചു കയറി ക്ലിക്കായി. ഇപ്പോഴും ലൈവിൽ കുറച്ച് ആളുകൾ കുറഞ്ഞു എന്നല്ലാതെ മറ്റുള്ള വിഷമം. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന ആളുകളെ കണ്ടില്ലേ? ഇന്ന് നിങ്ങൾ ഇവിടെ വന്നു. എല്ലാ ദിവസവും എനിക്ക് ഈ ആളുകൾ എന്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഒരൊറ്റടിക്ക് പെട്ടെന്ന് തന്നെ എനിക്കെന്തായി ഒരുപാട് അനുഗ്രഹങ്ങൾ പടച്ചോൻ തന്നു. അതിലുമ്പോൾ ഞാൻ പൊടിച്ചു കയറി. അത് താഴെത്തട്ടിൽ കിടക്കുന്ന കുറച്ച് ആളുകൾക്ക് എന്തില്ല, സഹിച്ചില്ല. അവര് എന്നെ കുറിച്ച് ഇല്ലാത്തത് പറഞ്ഞു നടന്നു. അതിൽ ഒരുപാട് വിഷമങ്ങൾ ഫസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ദുനിയാവല്ലേ, എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടില്ലേ. അവർക്ക് വന്ന പ്രയാസങ്ങൾ നമ്മൾ വിഷമിക്കുക എന്നല്ലാതെ നമ്മൾക്ക് വന്ന പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസം അല്ല. ഓക്കെ, അതായത് കുറച്ച് ലൈവിൽ കുറച്ച് ആളുകൾ കുറഞ്ഞു എന്നുള്ളത് മാത്രമാണ് ഇതിലൂടെ ഉണ്ടായ ചില നഷ്ടങ്ങൾ പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ ചോദ്യങ്ങൾ ചിലപ്പോൾ കുറച്ച് നിങ്ങൾ തീരെ പിടിച്ചില്ലെന്ന് വരും. ചോദിക്കണം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമീപകാലത്ത് നടക്കുന്ന വിവാദങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പച്ചക്ക് ചോദിച്ചോട്ടെ, പെണ്ണ് പിടിയനാണോ? ഇതൊരു വ്യഭിചാരശാലയാണോ? Honor Magic 7 Pro Magic Portal بوابة إلى أي مكان. അപ്പോഴേ കേട്ടുള്ള കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. അതായത് ഈ ആമിദ് എന്ന് പറയുന്നത് ഒന്നാന്തരം തട്ടിപ്പുകാരനാണ്. പക്ഷെ നമ്മുടെ
ഷബീർ, ഇത് നമ്മുടെ മതം പഠിച്ച ആളുകൾ തന്നെ ഇവനെ ആത്മീയ നേതാവാക്കും. അതുകൊണ്ട് ഒരു അറിവുള്ളവരെ കളിയാക്കല്ല. സാധാരണക്കാരായ നമ്മൾ ഇനി ഇവനെ എതിർക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്നുള്ളൂ. പക്ഷേ പരമാവധി ഒരാളെങ്കിലും ഇവൻ്റെ തട്ടിപ്പിൽ നിന്ന് മാറി നിൽക്കട്ടാണെങ്കിൽ അതുവരെ ഞാൻ ശബ്ദിക്കും. മതം പഠിച്ചവർക്ക് മദ്രസകളും പള്ളികളും ഉണ്ടാക്കിയാൽ മതിയാവും. കാരണം അവർക്ക് വേണ്ടിയത് പള്ളികളും മദ്രസകളും ഉണ്ടാക്കാന്നുള്ള അവർക്ക് വേണ്ടത് പള്ളികളും മദ്രസകളും ഉണ്ടാക്കാന്നുള്ളതാണ്. അതിന് പണം വേണം. അപ്പോൾ ഏത് തട്ടിപ്പുകാരെയും കൊടുത്തിട്ട് നമ്മുടെ മതസംഘടനകൾ നേതാവാക്കി വാഴ്ത്തും. ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാരണം സമസ്തക്കൊക്കെ പലതരത്തിലുള്ള പരാതികൾ പോയിട്ടും ഇന്നും ചവറ്റുകൊട്ടയിലാണ്. ഞാനല്ല കൊടുത്തത്. ഈ ആമിതനപ്പം നിങ്ങൾ പറഞ്ഞു കേട്ട SYS യുവജന വിഭാഗം കൊടുത്ത പരാതിയിൽ എന്താ ഉണ്ടായത്? ഇവൻ്റെ വീട്ടിൽ പോയാലോ ചോറ് നിന്നിട്ട് പോയി. കാരണം ഇവൻ്റെ വീട് കുടിയിരിക്കൽ കർമ്മത്തിന് ആരെ പങ്കെടുത്തതെന്ന് ഞാൻ പേര് പറയുന്നില്ല, അറിവുള്ളവർ തന്നെയായിരുന്നു. പിന്നെ ഒരു SKSF ഇവനുമായി വേദി പങ്കിടരുതെന്ന് പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ ദാറുൽ നജാദ് യത്തീംഖാനയ്ക്കും ഇവൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് പിരിവിട്ടിരുന്നു ബിസി. അപ്പോൾ എല്ലാവരും ഇവൻ്റെ പണം തന്നെയാണ്. പിന്നെ ഇവന് വാങ്ങിയ സ്വത്തുക്കളുടെ കണക്ക് എല്ലാവർക്കും അറിയല്ലോ. 3.5 ഏക്കർ, അത് കഴിഞ്ഞ് 1 ഏക്കർ, എത്ര കോടികളാണ്, കോടികൾ. ഒരു അറിവും ഇല്ല എന്ന് ഈ കഴുത പബ്ലിക്കിൽ വിളിച്ച് പറയുന്നത്. എനിക്കൊരു കഴിവുമില്ല, ഒരു ചികിത്സയില്ല, ആത്മധൈര്യം കൊടുക്കണമെന്ന്. പെണ്ണുപിടിയന്, ഒന്നാന്തര പെണ്ണുപിടിയന്. അത് ഇവൻ്റെ കുടുംബം, ഇപ്പം ഇവൻ്റെ കൂടെ കിടക്കുന്നവൻ്റെ ഭാര്യയ്ക്ക് വരെ അറിയുമ്പോൾ ഒന്നാന്തര പെണ്ണുപിടിയനാണെന്നുള്ളത്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യും? ഇവനെ തള്ളി പറഞ്ഞ് പോയി കഴിഞ്ഞിട്ട് അവർ പിന്നെ കഞ്ഞും കുടിച്ച് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് ഇവൻ പിടിക്കുകയാണെങ്കിലും പിടിക്കട്ടെ, ഞങ്ങളെ ജീവിതം. ഇല്ലെങ്കിൽ അവൻ മാനനഷ്ടത്തിന് കേസ് കൊടുക്കട്ടെ. ഈ സമസ്തക്കും അറിയാം ആമിദ് എന്ന ഒന്നാന്തര പെണ്ണുപിടിയനാണെന്ന്. അതുകൊണ്ടാണല്ലോ ഞാൻ പറയുമ്പോൾ നേതാക്കന്മാരെ വിമർശിക്കുന്നു എന്ന് പറയും. സത്താർ പന്തന്നൂരും ഓണംപള്ളി മുഹമ്മദ് ഫൈസിയും ബഷീർ ഫൈസിയും ഹബീബ് ഫൈസിയും ഇവരൊക്കെ പറഞ്ഞിട്ടും ഇന്നും സമസ്തയിലെ മതം പഠിച്ച കൊടക്കാട് കാലിയായ ഏതൊക്കെ ഭാരവാഹിത്വം വഹിക്കുന്ന ഇമ്പിച്ച് കോയത്തങ്ങളടക്കം ഇവനക്ക് നല്ല അങ്ങോട്ട് വാഴ്ത്തി കൊടുക്കുന്നത്. ഇവനെ നല്ല വാഴ്ത്തി കൊടുക്കണം. തിരക്കാണ്. ബാക്കി നാളെ ഇതിൻ്റെ വീഡിയോൻ്റെ നല്ല ഭാഗം നാളെ ഇതാക്കി തരാം. സമസ്തയാണ് ഇവനെ, ഈ ആമിദ് എന്ന തട്ടിപ്പുകാരനെ വളർത്തുന്നത് സമസ്തയാണ്. അതിൽ ഒരു വ്യത്യാസവും ഇല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആദ്യം നിങ്ങൾ മറ്റുള്ള മതക്കാരെയും പൗരത്വ ബില്ലിൻ്റെ മുന്നിലൊക്കെ പോണവരം കൊണ്ട് സ്വയം മതം നശിപ്പിക്കുന്ന ഈ നാറിക്കെതിരെ നടപടി എടുക്കാൻ നോക്കി സമസ്തക്കാരാണെങ്കിൽ.